हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवनपुरेशन की जय ഓം ശ്രീ മാത്രേ നമഃ ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠനം. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ കീർത്തനം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും അല്ലേ. നമ്മുടെ മഞ്ജരീസ് ഫാമിലിയുടെ ഒരു കുഴപ്പമാണത്. എവിടെയെങ്കിലും ഭഗവാന്റെയോ ദേവിയുടെയോ കീർത്തനങ്ങൾ കേട്ടാൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. കുറേ നാളായല്ലേ നമ്മൾ രാവിലെ ക്ലാസ് എടുത്തിട്ട്. മുമ്പൊക്കെ രാവിലെയും വൈകിട്ടും ക്ലാസ് ഉണ്ടാവുമായിരുന്നു. അപ്പം ഇനിയിപ്പം ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെ രാവിലെയും വൈകിട്ടും നമുക്ക് തുടർച്ചയായിട്ട് ക്ലാസ് എടുക്കാം. കുറേയൊക്കെ ടയർഡാണെന്നും പറഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് വന്നാലുള്ള എൻ്റെ വൃത്തികെട്ട മടി. അപ്പം അതിനെ നമ്മൾ ഓവർകം ചെയ്യുമ്പോഴല്ലേ ഭക്തിയിൽ വരാൻ പറ്റുന്നത്. അപ്പം പറ്റുമ്പോഴെല്ലാം ക്ലാസ് എടുക്കാം, രാവിലെയും വൈകിട്ടും എടുക്കാം. 5:30 മണിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ നടന്നില്ല. അപ്പോൾ പിന്നെ 8:30 അത് പൊതുവേ ആ 8:30 മണിക്ക് കണ്ണനും രാധയൊക്കെ ഫ്രീ ആവും അല്ലേ. നമ്മളെ ഫാമിലിയിലും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രീ ആവണമെങ്കിൽ ആ സമയം ആവണം. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പഴം അങ്ങനെ എന്തെങ്കിലേ കഴിക്കാറുള്ളൂ രാവിലെ. എനിക്കങ്ങനെ രാവിലെ ഭക്ഷണം അത്രയ്ക്ക്, പൊതുവേ ഭക്ഷണം രാവിലെ നന്നായിട്ട് രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നൊക്കെയാണ്, പക്ഷെ എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. മാക്സിമം എന്തെങ്കിലും രാത്രിയിലും ഇപ്പം കുറേയൊക്കെ കുറച്ചു. 3 നേരം ചോറൊക്കെ കിട്ടിയ അടിച്ച് കയറ്റിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. വൈകിട്ട് ഇവിടെ ഭഗവാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട്സ് നിവേദ്യം വെക്കും, അപ്പം അത് കഴിക്കും. അത് കഴിച്ചങ്ങ് മിണ്ടാതിരിക്കും. ഒരു 2-2.5-3 ലിറ്റർ വെള്ളവും കുടിച്ച് സ്വസ്ഥം. മറ്റെന്താ അറിയാം, നമ്മൾ കുറേ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നമ്മളൊരു ഇങ്ങനെ ഇരിക്കും അടിച്ചിട്ട പോലെ. അത് വേണ്ട. അതുകൊണ്ട് പക്ഷെ ഉച്ചയ്ക്ക് എനിക്ക് ചോറ് നിർബന്ധമാണ്. ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് തൃശ്ശൂരുള്ള നമ്മുടെ അമ്പലത്തിൽ വന്നാൽ സദ്യ കഴിക്കാലോ എന്ന സന്തോഷത്തിലിരിക്കുക. ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദമൊക്കെ കഴിക്കാലോ എന്നൊക്കെ സ്വപ്നം കണ്ട ഇപ്പം കിടന്ന് ഉറങ്ങുന്നത്. കുറേ നാളായില്ലേ അവിടെ വന്നിട്ടൊക്കെ. അപ്പം എല്ലാവരും വരണം കേട്ടോ. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും വരണം. നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യണം. കുറച്ച് പ്ലാനിങ്സ് ഉണ്ട്, ഞാൻ ഗ്രൂപ്പിലിടാം. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് കരുതുന്നു. ആരോഗ്യം ശ്രദ്ധിക്കുക. കാലാവസ്ഥയൊക്കെ കുറച്ച് മോശമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. കേരളത്തിൽ നല്ല മഴയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ വന്നിട്ടില്ല, വരികയാണ്. പിന്നെ ഇന്ന് അന്നദാനം കൊടുക്കണം, മാവെത്തിയിട്ടില്ല. ഇന്ന് കൊടുക്കണോ നാളെ കൊടുക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. നാളെ ആണെങ്കിൽ അമാവാസിയാണല്ലോ. അപ്പം നാളെ കൊടുത്താലോ എന്ന് വിളിക്കാം മോളെ. നാളെ കൊടുത്താലോ എന്ന് ഇങ്ങനെ ഒരു ചിന്തയിലിരിക്കുകയാണ്. അമാവാസി ആയതുകൊണ്ടേ നാളത്തേക്ക് മാറ്റിയാലോ എന്നുള്ള ഒരു ആലോചനയിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പം മാക്സിമം അത് നാളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. നോക്കാം അല്ലേ. കുഴപ്പമില്ല ബീച്ചേട്ടാ, വർക്ക് നടക്കട്ടെ, പിന്നെ കാണാം. മഴ മാറിയോ അവിടെ കേരളത്തില്? നിങ്ങളോട് വിശേഷം പറഞ്ഞിരുന്നാൽ പിന്നെ ക്ലാസ് എടുക്കണം എന്നുള്ള മൂടൊന്നും എനിക്ക് ഉണ്ടാവില്ല, അത് വേറൊരു സത്യം. പിന്നെ നമുക്ക് ഈ വർഷത്തെ ഗെറ്റ് ടുഗദർ വെക്കണം, എത്രയും പെട്ടെന്ന് വെക്കണം. എവിടെ വെക്കുമെന്നൊക്കെ ഉള്ള ഒരു ആലോചനയിലാണ്. വെക്കാം അല്ലേ. വൈകാതെ ഭഗവാൻ തന്നെ നമുക്ക് ഗെറ്റ് ടുഗദറിനുള്ളൊരു ടൈം തരും. നമുക്കിനി വരും വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു കറക്റ്റ് മന്ത് തന്നെ ഗെറ്റ് ടുഗദറിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. മാറിയില്ലേ? ഓക്കെ, അപ്പം സൂപ്പർ. ഇനി ഏകാദശി ബുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? 2-3 കൂടി ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനത് സെൻഡ് ചെയ്ത് തരാം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ക്ലാസ് എടുക്കാം നമുക്ക്. റെഡിയാണോ? പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇടാറുണ്ടല്ലോ, ഞാനല്ല നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഈ എന്താ പറയുക, പ്രഭാതമഞ്ജരി. മഴ മാറി ജ്യോതി മാതാജി പറയുന്നു. ഓക്കെ, ഞാൻ വരാം അപ്പം, മഴ മാറിയതുകൊണ്ട്. പ്രഭാതമഞ്ജരി, ക്ഷേത്രമഞ്ജരി, ഗാനമഞ്ജരി. പിന്നെ പനിയൊന്നുമില്ല, ചെറിയൊരു ബോഡി പെയിൻ, അത്രയേ ഉള്ളൂ. പ്രഭാതമഞ്ജരി, ഗാനമഞ്ജരി, ക്ഷേത്രമഞ്ജരി, ജ്ഞാനമഞ്ജരി, ദേവമഞ്ജരി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എങ്ങനെയുണ്ട്? അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം? കാരണം ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ആയതുകൊണ്ടേ എനിക്ക് നിങ്ങളോട് അങ്ങോട്ടേക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഞാൻ സപ്പോസ് അത് അഡ്മിൻസ് ഓൺലി മാറ്റിയെന്ന് വെച്ചോ, ഒരു വെള്ളപ്പൊക്കം വരുന്ന പോലെ അതിൽ മെസ്സേജ് വരും. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അഡ്മിൻസ് ഓൺലി എന്നുള്ളത് മാറ്റാത്തത്. നമുക്ക് ഗ്രൂപ്പിൽ ഇനി ആർക്കെങ്കിലും ആഡ് ആവണമെങ്കിലൊക്കെ മഞ്ജരീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു വെക്കൂ കേട്ടോ. ആഡ് ചെയ്യാം നമ്മൾ. എങ്ങനെയുണ്ട്? അതേക്കുറിച്ച് ഒരു 2 അല്ലെങ്കിൽ 1 ലൈൻ എനിക്ക് എഴുതിയിട്ടൊരു. ഗാനമഞ്ജരിയൊക്കെ 6 മണിയാകുമ്പോൾ, വൈകിട്ട് 6 മണി
അമ്മ മെസ്സേജ് അയച്ചിടൂ പ്രമീള അമ്മ എനിക്ക് മഞ്ചരീസിലേക്ക്, ഞാൻ അയച്ചു തരാം. പിന്നെ നമ്മുടെ കർക്കിടക കഞ്ഞി കിറ്റും കുറച്ചും കൂടി എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് വർഷം മുഴുവൻ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ഗാനമഞ്ജരി, പ്രഭാതമഞ്ജരി, ജ്ഞാനമഞ്ജരി, ദേവമഞ്ജരി, ഗുരുമഞ്ജരി, എന്തൊക്കെ മഞ്ജരികളാണ് അല്ലേ? വായിക്കാറുണ്ടോ? അതൊക്കെ ഇഷ്ടമാണോ? അതൊക്കെ നല്ല നല്ല അറിവുകളൊക്കെ കിട്ടുന്നുണ്ടോ? നമ്മൾ എത്ര ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഇപ്പൊ അതിൽ പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഗുരുമഞ്ജരി, ഒത്തിരി ഗുരുക്കന്മാരില്ലേ നമുക്ക് ഭാരതത്തില്, നമ്മുടെ ഇസ്കോൺ സംബന്ധമായിട്ടും അല്ലാതെയും നല്ലത് പറഞ്ഞു തരുന്ന എല്ലാവരും നമുക്ക് ഗുരുക്കന്മാരാണ്. അപ്പം കൊള്ളാം, പുതിയ അറിവുകൾ, സൂപ്പർ. അപ്പോൾ അങ്ങനെയുള്ള കുറെ, ഞാനത് ഓഡിയോ ഇടാത്തത് എന്താണെന്നറിയോ? ഫസ്റ്റ് ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇത് ഫുള്ളായി പോവും, നമ്മുടെ ഫോണിന്റെ മെമ്മറി ഫുള്ളായി പോവും. അത് ബുദ്ധിമുട്ടാണ്. എല്ലാവരും കുറച്ച് നല്ല വലിയ ഫോണൊന്നും അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. ഞാൻ അടക്കമുള്ളവർ ഒരു മീഡിയം ലെവൽ ഫോണല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് ഓർത്തിട്ടാണ് ഓഡിയോ ചെയ്യാത്തത്. അപ്പം അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്ന് വായിക്കാമല്ലോ. അത് എന്താ അറിയോ, വായനയ്ക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അറിയാലോ. അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ്, മനസ്സ്, നമ്മൾ കേൾക്കുന്നുണ്ട് വായിക്കുന്നത്, അതറിയാമോ? നമ്മൾ വായിക്കുകയാണെങ്കിലും നമ്മളത് കേൾക്കുന്നുണ്ട്. നമ്മളെ കേൾവി ഇതെല്ലാം ഒരേ നേർരേഖയിൽ വരെയാണ് വായിക്കുമ്പോൾ. കാണുമ്പോൾ കണ്ണ് മാത്രമാണ്, കേൾക്കുമ്പോൾ ചെവി മാത്രമാണ്. പക്ഷെ വായിക്കുമ്പോൾ നമ്മളുടെ ഒരുപാട് ഇന്ദ്രിയങ്ങൾ അതിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ വായന ഒരു നല്ല ശീലമാണ്, നല്ല നല്ല കാര്യങ്ങളാണ്. അതെ, അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ടൈപ്പ് ചെയ്തിടുന്നത്. അതിന്റെ പിന്നില് ഒരുപാട് എഫേർട്ട് ഉണ്ട്. കാരണം നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ആധികാരികമായി ക്ലിയർ ആയിരിക്കണം, തെറ്റുകൾ സംഭവിക്കരുത്, ആവർത്തിക്കാൻ പാടില്ല അല്ലേ? നിങ്ങൾക്ക് ഇതുവരെ വന്ന പ്രഭാതമഞ്ജരി ഏതെങ്കിലും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ചിന്തകളിലൂടെയാണ് അത് നിങ്ങൾക്ക് പോസ്റ്റ് ആവുന്നത് ഗ്രൂപ്പിൽ. വെറുതെ ഒരു സംഭവം പോസ്റ്റ് ചെയ്യല്ല, ഒത്തിരി പേരുടെ ചിന്തകളിലൂടെയാണ് നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസ് ഗ്രൂപ്പിൽ ഈ പറയുന്ന പ്രഭാതമഞ്ജരിയും ഇതൊക്കെ വരുന്നത്. അത് പോസ്റ്റ് ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ടൈം നോക്കിയിരുന്ന് പോസ്റ്റ് ചെയ്യുന്നു. ചെയ്യാത്ത പക്ഷം ഞാനത് ചോദിക്കുന്നു, എന്താ പോസ്റ്റ് ചെയ്യാത്തതെന്ന്. അവരതെല്ലാവരും അതിനൊരു ടൈം ടേബിൾ വെക്കുന്നു. കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ക്ഷേത്രമഞ്ജരികൾ ഉണ്ടോ എന്നുള്ളത് ഷൈനി മാതാജി ചെക്ക് ചെയ്യുന്നു. അവരത് നോട്ടിൽ എഴുതി വെക്കുന്നു. അപ്പോൾ ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. ഗ്രേറ്റ്. അപ്പം അതുകൊണ്ട് അത് നിസ്സാരമായി തള്ളിക്കളയരുത്, മനസ്സിരുത്തി വായിക്കുക, മാക്സിമം അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ വരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, മനസ്സിലായോ? ഞാനതല്ലേ നിങ്ങളോട് പറയാറ്, എപ്പോഴും സന്തോഷമായിട്ടില്ല. ആരും അത്രയ്ക്ക് ഒരു സന്തോഷമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരും, അതിനൊക്കെ നമ്മൾ തരണം ചെയ്തു പോകണം. ഓക്കെ, നമ്മൾ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രസ്ഥാനം എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുന്നു. നമ്മൾ എവിടെയെങ്കിലും തളർന്നു പോയോ? ഞാൻ നിങ്ങളെയോ നിങ്ങൾ എന്നെയോ ഇട്ടേച്ചു പോയോ? ഇല്ലല്ലോ. നമ്മളെല്ലാം എന്താ പറയാ, എല്ലാ വിധത്തിലുള്ള പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്തില്ലേ? ആലോചിച്ച് നോക്കൂ, ലാസ്റ്റ് 5 years നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോന്നു അല്ലേ? ഒറ്റക്കെട്ടായി നിന്ന് മഞ്ജരീസിന് വേണ്ടി പൊരുതിയില്ലേ നമ്മള്? അപ്പൊ അതുകൊണ്ട് പ്രോബ്ലംസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ പഠിക്കുക. എപ്പോഴും ചിരിക്കുക. ചിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പൊ എല്ലാവരും പറയും, മാതാജിയെ പോലെ ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. പറ്റും. ഭഗവാനെ ആലോചിക്കുക. ഭഗവാൻ എന്തെല്ലാം സഹിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൽ പറയുന്ന ചില അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. സൂപ്പർ, ഭാഗ്യം കിട്ടിയല്ലേ? അപ്പോൾ പോയിട്ട് വാ അമ്മ, പോയിട്ട് വരും. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും ആ പേരമംഗലത്ത് പോകുമ്പം. അവിടെ പ്രതിഷ്ഠ ഏതാണെന്ന് എനിക്കറിയില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ മഞ്ജരീസ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും കേട്ടോ. പലരും നമ്മളെ മഞ്ജരീസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ? ഒത്തിരി പേര് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മളെന്നാലും പിടിച്ചു നിന്നു. ഭഗവാന്റെ സമക്ഷം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു എഫേർട്ടാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ പറയുന്നത്, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അർജുനനും കൃഷ്ണനും ഒക്കെ ഭയങ്കര ഫൈറ്റ് നടത്തിയല്ലോ. ആ കഥയൊക്കെ അറിയുന്നതല്ലേ? ആ സമയത്ത് ആ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അത്. അപ്പം ആ സമയത്ത് യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അർജുനൻ പറഞ്ഞു കൃഷ്ണനോട്, ഭഗവാനെ അങ്ങ് രഥത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അല്ല, ഈ കൃഷ്ണൻ പറഞ്ഞു അർജുനനോട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം അർജുനൻ പറഞ്ഞു, ഇല്ല ഭഗവാനെ, അങ്ങ് ഇറങ്ങിയിട്ടേ ഞാൻ അങ്ങ് ഇറങ്ങൂ എന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനത്തോടു കൂടി പറഞ്ഞപ്പോ കൃഷ്ണൻ പറയാണ്, ഇല്ല അർജുന, നീ ആദ്യം ഇറങ്ങും, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ ഇറങ്ങി. അതിനുശേഷം കൃഷ്ണനും ഇറങ്ങി.
ആ സമയത്താണ് മഞ്ജരീസ് വരുന്നത്. അതെ, കൃഷ്ണനും ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം അറിയാലോ, നമ്മുടെ അർജുനന്റെ രഥത്തിന്റെ മുകളിൽ ഉണ്ടായിരിക്കുന്നത് ഹനുമാൻ സ്വാമിയാണ്. അദ്ദേഹവും പോയി. ആ രഥത്തെ താങ്ങി നിന്ന ആദിശേഷനും നാഗലോകത്തിലേക്ക് പോയി. പെട്ടെന്ന് അർജുനനും കൃഷ്ണനും കൂടി കുറച്ച് ദൂരം മാറി നിന്ന സമയത്ത് അർജുനന്റെ ഈ രഥം കത്തി നശിച്ചു പോവുകയാണ്. നല്ല ഭംഗിയുണ്ട് ആ വീഡിയോ, ഞാൻ അയച്ചുതരാട്ടോ ഗ്രൂപ്പില്. കത്തി നശിച്ചു പോയപ്പോൾ അർജുനൻ ആകെ വിഷമിച്ചു. അപ്പൊ അർജുനൻ ചോദിച്ചു, എന്താ കൃഷ്ണ ഇങ്ങനെ, എന്താ എൻ്റെ രഥം കത്തിച്ച് കളഞ്ഞത്, എന്തിനാ അങ്ങനെ ചെയ്തത്, എന്തിനാ അത് നശിപ്പിച്ച് കളഞ്ഞു എന്ന് ചോദിച്ചു. ആ സമയത്ത് കൃഷ്ണൻ പറയുന്ന പ്രാർത്ഥിക്കമ്മ നാഗരാജാവ്. ആ സമയത്ത് കൃഷ്ണൻ പറയുന്നൊരു വാക്കുണ്ട്, അർജുന, നീ ഇത്ര കാലവും യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ച ആ രഥം നീ വിജയം കൈവരിച്ചു യുദ്ധത്തിന്. നല്ലൊരു പോരാളി തന്നെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ആ വിജയത്തിന് പിന്നിൽ ആ രഥം, ശിബു പ്രഭു അങ്ങയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോ ആ രഥത്തിന് ഒരു കോട്ടവും സംഭവിക്കാതെ, അത് നശിച്ചു പോകാതെ, അല്ലെങ്കിൽ അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഇത്ര കാലവും അത് പിടിച്ചു നിർത്തിയത് ഞാനും ആഞ്ജനേയനും ആദിശേഷനുമാണ്. അപ്പൊ ആ വിജയത്തിന് പിന്നിലുള്ള ആ ഒരു എഫേർട്ടിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്ന പ്രസ്ഥാനം, നിങ്ങൾ ആര് ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ മുഖമായിരിക്കും. അത് തീർത്തും തെറ്റാണ്. കാരണം മഞ്ജരീസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ബേസ്മെന്റ് തുടക്കം കുറിച്ചു എന്നല്ലാതെ ഇത്ര ദൂരം അത് വളരാനും അത് നിലനിർത്താനും ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഭഗവാന്റെ കാരുണ്യം കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മഞ്ജരീസിലെ ഓരോ അംഗങ്ങളുമാണ്. നിങ്ങളുടെയൊക്കെ സ്നേഹം, സപ്പോർട്ട്, കരുതല്, അഭിപ്രായങ്ങള്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബം ഇത്രയും വളർന്നത്, അല്ലെ? എന്ത് വന്നാലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനോഭാവം, പരസ്പരമുള്ള സ്നേഹം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതില് ഗെറ്റ് ടുഗദറിലൊക്കെ പലരും പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു, മുൻപരിചയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെ ഒരുമിപ്പിച്ചത് ആ മഞ്ജരീസ് എന്ന ഒരു വാക്കാണ്, അല്ലെ? നമ്മുടെ ഒരു വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ പോകുമ്പോൾ കിട്ടാത്ത ഒരു സന്തോഷം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾക്ക് കിട്ടാത്ത ഒരു ആനന്ദമാണ് നമ്മൾ ആ ഒരു സമയത്ത് അനുഭവിക്കുന്നത്. ആടിയും പാടിയും ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും പരസ്പരം കൈകോർത്തും ആ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനേക്കാൾ സന്തോഷം തരുന്ന ആ ഒരു പ്രസ്ഥാനത്തെ ഇത്രത്തോളം വളർത്തിയത് നിങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തന്നെയാണ്. ഞാൻ അതിൻ്റെ പിന്നിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു എന്നല്ലാതെ അതിൽ കവിഞ്ഞ് ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുമയോടുകൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുക. എന്തൊരു കാര്യത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്ക് ഒരിക്കലും നമുക്ക് വിജയം നേടാൻ കഴിയില്ല. മനസ്സിലായില്ലേ? എന്തൊരു വിജയത്തിന്റെ പിന്നിലും ഒരു കൂട്ടായ പ്രവർത്തനമുണ്ട്. അപ്പം അതാണ് ഭഗവാൻ നമുക്ക് അർജുനന്റെ രഥം കത്തിച്ചുകൊണ്ട് ഭഗവാൻ കാണിച്ചു തരുന്നത്. അർജുന, നീ ഒരു വലിയ പോരാളിയാണെങ്കിൽ കൂടിയും ആ രഥത്തെ താങ്ങി നിർത്തിയത് സാക്ഷാൽ ഭഗവാനും ആഞ്ജനേയ സ്വാമിയും ആദിശേഷനുമായിരുന്നു. ആ 3 പേരുടെയും ശക്തിയാണ് അർജുനന് ആ രഥത്തിൽ നിന്നുകൊണ്ട് അവസാനം വരെ പോരാടാൻ സാധിച്ചത്. അപ്പൊ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഏകപക്ഷീയമായ ഒരു കാര്യമല്ല. അതാലോചിക്കുക. എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച ആശംസിക്കുന്നു. നന്നായിരിക്കുക. വൈകാതെ ഗെറ്റ് ടുഗദർ വരും, അടിച്ചു പൊളിക്കാം. ഓണം വരുന്നുണ്ടല്ലേ? ഓണത്തിന് ഞാൻ കേരളത്തിലുണ്ട്, നമുക്ക് കാണാം. അതിനു മുമ്പേ 1-ാം തീയതി കാണാം. മഞ്ജരീസ് കുടുംബത്തെ കാണാൻ ഞാൻ വരുന്നു. ഓക്കെ, എല്ലാവരും വരിക. സാധിക്കുന്നവരെല്ലാവരും വരും. ഞാൻ തൃശ്ശൂരുണ്ട് ഒരു ദിവസം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ട്. ഒരു ദിവസം ഗുരുവായൂരുണ്ട്. കാണാനും കേൾക്കാനും പരാതി പറയാനും കൊച്ചു കൊച്ചു പരിഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സമയം അങ്ങനെ ഇരിക്കാം. 2 ദിവസം അവിടെയുണ്ട്, 4 ദിവസം കോഴിക്കോടുണ്ട്. വരില്ലേ കാണാൻ? നിങ്ങളെ എല്ലാവരെയും പല സ്ഥലങ്ങളിൽ വന്ന് കാണാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധിക്കുമ്പോൾ വരൂ, നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അധ്യായം 9 ശ്ലോക 11 ഇന്നലെ നമ്മൾ എടുത്തത്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. രാജവിദ്യ രാജഗുഹ്യ യോഗം, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പഠിക്കുന്ന ശ്ലോകത്തിൽ അവജാനാദിമാം മൂഢാമാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ശ്ലോകം. അതിൽ ഒരു പകുതി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു അല്ലേ? പകുതിയും കൂടെ എടുക്കാനുണ്ട്. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക.
അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ ആനന്ദമയവും ജ്ഞാനമയവുമായിരിക്കുന്ന ശരീരത്തിന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ കുറിച്ച് അറിയാതെ പല പണ്ഡിതന്മാരും ഗീതാ ഭാഷ്യകർത്താക്കളും കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനെന്ന് കരുതി പുച്ഛിക്കുന്നുണ്ട്, അല്ലെ? ഒരു സാധാരണ മനുഷ്യനായിട്ട് കൃഷ്ണനെ കാണുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഭഗവാന്റെ അതീന്ദ്രിയമായിരിക്കുന്ന ശക്തി എന്താണ്, ഭഗവാൻ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഭഗവാനെ പുച്ഛിക്കാൻ പാടില്ല. നിങ്ങളുടെ കൃഷ്ണൻ എന്ത് എന്ന മനോഭാവത്തിൽ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവരോടൊട്ട് നമ്മൾ സാത്വികത വിട്ടിട്ട് ബഹളത്തിന് പോവുകയും ചെയ്യരുത്. മുജ്ജന്മത്തിൽ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഒരാൾ ഒരു അസാധാരണ പണ്ഡിതനാവാം. നമ്മൾ കാണുമ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് അറിവുകളുണ്ട്, അല്ലെ? ഒത്തിരി അറിവുകളുള്ള വ്യക്തികളുണ്ട് നമുക്ക് ചുറ്റും. ചെറിയ കുട്ടികൾ പോലും, എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരിക്കലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് കുറേ ശ്ലോകങ്ങൾ പഠിച്ചു വെച്ചിട്ട്, എൻ്റെ ഒരു കോൺസെപ്റ്റാണ്, ശ്ലോകങ്ങൾ, സംസ്കൃത ശ്ലോകങ്ങളൊക്കെ പഠിച്ചിട്ട് കണ്ണടച്ചിരുന്ന് അതിങ്ങനെ പറയുന്നതിൽ ഒരു പാണ്ഡിത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല സത്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ശ്രമിച്ചാലും ഒരു പക്ഷേ ശ്ലോകങ്ങൾ ഒരു 10 എണ്ണെങ്കിലും ബൈഹാർട്ടാക്കാൻ പറ്റും. നമ്മുടെ വീടുകളിലുള്ള അധികം പഠിച്ചിട്ടില്ലാത്ത പല അമ്മമാരും ചൊല്ലുന്ന നാമസങ്കീർത്തനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ മുമ്പിൽ തല കുനിച്ച് നിൽക്കാനേ പറ്റും. പഴയ ആളുകൾ സ്കൂളില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നും ഇല്ലാത്ത കാലത്ത് എത്ര മനോഹരമായിട്ടാണ് പല പല ശ്ലോകങ്ങളും അവർ ചൊല്ലുന്നത്. കണ്ണ് കാണാത്ത, 2 കണ്ണും കാണാത്ത പലരും വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവും ചൊല്ലുമ്പോൾ 2 വലിയ ഉണ്ടക്കണ്ണം വെച്ച് നടക്കുന്ന നമ്മളെ കൊണ്ട് അത് നോക്കി വായിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതാണ് പാണ്ഡിത്യം എന്ന് ഞാൻ പറയുന്നില്ല. പാണ്ഡിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാനെ കൃത്യമായിട്ട് അറിയാൻ ശ്രമിക്കുക, ഭഗവാനെ അറിയാൻ ശ്രമിക്കുക, ഒരാളോട് എങ്ങനെ പെരുമാറാം എന്നുള്ളതിനെ കുറിച്ച് നന്നായി പഠിക്കുക. എന്താണ് സാത്വികത? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സാത്വികത കൈവിടാതെ എങ്ങനെ മുന്നേറാം? ഒരാൾ വന്ന് ഭഗവാനെ കുറിച്ച് കുറച്ച് മോശമായി സംസാരിച്ചാൽ ഉടനെ അവനോട് ആസുരിക ഭാവത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ, ഇന്നലെയും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, അത് സാത്വികതയല്ല, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കോടാനുകോടി ജന്മങ്ങൾക്ക് ശേഷം നമുക്ക് ഭഗവാൻ നൽകിയ ഈ ജന്മത്തിൽ നമ്മൾ എന്താണ് കൃഷ്ണൻ എന്നുള്ളത് തീർത്തും മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ കൃഷ്ണൻ എന്താണെന്ന് അറിഞ്ഞാൽ സാത്വികതയുടെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാവും. സാത്വികമായിരിക്കുന്ന ഒരു മനോഭാവത്തിൽ നിന്നുകൊണ്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും അദ്ദേഹത്തെ കുറിച്ച് 10 പേരോട് പറഞ്ഞു കൊടുക്കാനും ആ നാമം ഉൾക്കൊള്ളാനും സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രജോ തമോ ഗുണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ആ രജോ തമോ ഗുണത്തിലേക്ക് പോവില്ല. ക്ലിയർ? അപ്പോ അതുകൊണ്ട് അയാൾ ഒരു മൂഢനാണ്. ഭഗവാനെ കുറിച്ച് പറയാൻ അറിയില്ല എങ്കിൽ, ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു മൂഢനാണ്. മൂഢനായ ഒരു വ്യക്തിയോട് യുദ്ധം വെട്ടുന്നവനെ അതിനേക്കാൾ വലിയ മൂഢനായിട്ടേ നമുക്ക് കാണാൻ പറ്റൂ, അല്ലേ? വിഡ്ഢിയാണ്. ഇപ്പൊ കാത് കേൾക്കാത്ത ഒരാളോട് പോയിട്ട് നമ്മൾ ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് പറയാൻ പറ്റും? കണ്ണ് കാണാത്ത ഒരാളോട് ഇവിടെ നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ ഒരു അടിസ്ഥാനം ഉള്ളത്? അതേപോലെ ഭഗവാനെ അറിയാത്ത ഒരാളോട് പോയിട്ട് താൻ എന്റെ ഭഗവാനെ പറ്റി പറഞ്ഞില്ലടോ എന്ന് ചോദിച്ചു വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ കഥ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഭഗവാനെ അറിയാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ ഇപ്പോഴും പറയുന്നു, ബഹളത്തിന് പോകരുത്. അവർക്ക് ഭഗവാനെ അറിയാനുള്ള ഒരു അവസരം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കൃഷ്ണനെ വെറും ഒരു മനുഷ്യനെന്ന് കണക്കാക്കാൻ മൂഢന് മാത്രമേ കഴിയൂ. ഭഗവാന്റെയും അവിടുത്തെ വ്യത്യസ്ത ശക്തികളുടെയും പ്രവർത്തനം അതീവ രഹസ്യമാകലാണ് മൂഢന്മാർ കൃഷ്ണനെ സാധാരണമായി കാണുന്നത്, അല്ലെ? നമുക്കറിയാം ഭഗവാൻ എന്താണെന്നുള്ളത്, ഭഗവാന്റെ ശക്തി എന്താണ്, അതീന്ദ്രിയ ശക്തി എന്താണ്, ഭഗവാൻ എത്രത്തോളം ഈ ഭൗതികതയിലേക്ക് കണക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ആത്മീയ ലോകത്ത് ഭഗവാൻ എന്ത് ചെയ്യുന്നു, ആരാണ് ഗുരുക്കന്മാർ, ഗുരു പരമ്പര എന്താണ്, ആദിശേഷൻ എന്താണ്, എല്ലാം നമ്മൾ പഠിച്ചു കുറെ ക്ലാസ്സുകളിലൂടെ, അല്ലെ? സത്സംഗത്തിലൂടെ പഠിച്ചു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഭഗവാനെ കുറിച്ച് ഒന്നും അറിയാത്ത, ഭഗവാന്റെ അന്തർശക്തി എന്താണെന്ന് അറിയാത്ത, ഗോപികമാരെന്താണെന്ന് അറിയാത്തവരോട് പോയിട്ട് യുദ്ധം വെട്ടാൻ പോകരുത്. സത് ചിത് ആനന്ദം എന്നിവയുടെ പ്രതീകമാണ് കൃഷ്ണന്റെ ദിവ്യ ശരീരം എന്ന് അവർക്ക് അറിഞ്ഞൂടാ. മനസ്സിലായോ? സത് ചിത് ആനന്ദം ഈ ഒരു 3 കാര്യങ്ങളുടെ പ്രതീകമാണ് കൃഷ്ണന്റെ ദിവ്യശക്തി എന്നുള്ളത് അവർക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് അവര് അങ്ങനെ സംസാരിക്കുന്നത്. മാതാജി, ഞാൻ ക്ലാസ്സിലാണേ, ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കൂ കേട്ടോ. ഓക്കെ, നോർമൽ കോൾ വിളിക്കണേ. ശരി, താങ്ക് യു. ഇതുപോലെ എല്ലാത്തിൻ്റെയും ഉടമയാണ് ഭഗവാൻ, അല്ലെ? നമ്മൾക്കൊക്കെ ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ, ഒരു 50 ലക്ഷം രൂപ ബാങ്കിലുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സംഭവമായില്ലേ, ഒരു രക്ഷയില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പിന്നെ എന്താ പറയാ, ചിരിക്കാൻ പോലും മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെ?
കുറച്ചൊന്ന് ഏതെങ്കിലും ഒരു മോനോ ഭർത്താവോ ഒക്കെ ഒന്ന് ഗൾഫിൽ പോയി ഒരു നല്ലൊരു വീടൊക്കെ വെച്ച് കുറച്ച് പൈസയൊക്കെ ബാങ്കിലുണ്ടെങ്കിൽ പിന്നെ സഹോദരങ്ങളെ ഓർമ്മയില്ല, കൂടപ്പിറപ്പുകളെ ഓർമ്മയില്ല, അച്ഛനോ അമ്മയോ ഒന്നും ഓർമ്മയില്ല, വേറെ ലോകത്ത് ജീവിക്കുന്നതാണ്. എന്തിനു പറയണം, ചളിയിൽ കിടന്ന് ജീവിച്ചിട്ട് പിന്നെ കുറച്ച് കാശും പ്രതാപവും ഒക്കെ ആയി കഴിഞ്ഞാല് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ തറവാട്ടിലേക്ക് വരുമ്പോൾ അയ്യോ ഇവിടെ എങ്ങനെ ജീവിക്കും എന്ന മനോഭാവത്തിലേക്കാണ് ആളുകൾ എത്തുന്നത്. അത് കാലത്തിന്റെ കുഴപ്പമാണ്. സാഹചര്യം അവർക്ക് വലിയ പ്രശ്നമായി മാറുന്നു അല്ലെ. AC ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയില്ല എങ്ങനെയില്ല, ഒന്നിനോടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് ഇന്നത്തെ കാലത്തിന്റെ ഒരു രീതി. അപ്പോ ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് കൃഷ്ണനെ അറിഞ്ഞ ഒരു വ്യക്തി എപ്പോഴും എന്താ ചെയ്യുക, ഏതവസ്ഥയിലും എങ്ങനെയും ജീവിക്കാൻ ശ്രമിക്കും. എന്തുണ്ട് എന്തില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലെ, എപ്പോഴും സന്തോഷമായിരിക്കും. ആ സന്തോഷത്തിലും അമിതമായിട്ട് ആഹ്ലാദിക്കില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല. നമ്മളെ മറന്നു വിട്ടു പോകുന്നവരാരാണെങ്കിലും മറന്നു വിട്ടു പോയിക്കോട്ടെ, അവർക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്ക്, സാത്വികതയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ കൃഷ്ണഭക്ത അല്ലെങ്കിൽ കൃഷ്ണഭക്തനാവുന്നത്. പലരും മഞ്ജരീസിലേക്ക് ആദ്യമായിട്ടൊക്കെ വിളിക്കുമ്പം എന്നോട് പറയുന്ന കാര്യം എന്താ അറിയോ, ഹരേ കൃഷ്ണ. ഓക്കെ അമ്മ, ഹരേ കൃഷ്ണ, ഞാനൊരു കൃഷ്ണഭക്തയാണ് കേട്ടോന്ന്. സത്യത്തിൽ എനിക്ക് ഉള്ളിൽ ചിരി വരും. കാരണം എന്താന്ന് വെച്ചാല് ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നു കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നമ്മൾ ഈ ജന്മം ഒരു ഭക്തനോ ഭക്തയോ ആവുന്നില്ല. ആവുന്നുണ്ടോ? ഒരിക്കലും ആവുന്നില്ല അല്ലെ. ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന് പറയുന്നതിന് ഒരുപാട് ഉയർന്ന തലങ്ങളുണ്ട്. അതിന്റെ ഒരു 7 അയലത്ത് പോലും നമ്മൾ ആരും എത്തിയിട്ടില്ല. അപ്പോഴും അവർ വിളിച്ചു പറയുന്നത് മാതാജി അല്ലെങ്കിൽ ഹരേ കൃഷ്ണ, ഞാനൊരു കൃഷ്ണഭക്തയാണ്. ഓക്കെ, ആയിക്കോട്ടെ, സന്തോഷം. കൃഷ്ണഭക്തയാണെങ്കിൽ ഒത്തിരി സന്തോഷം. എന്താണ് വിശേഷം എന്ന് ചോദിച്ച് ഞാൻ സംസാരിച്ചു വന്ന് 2 ക്ലാസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ വീണ്ടും മെസ്സേജിനും ഹരേ കൃഷ്ണ മാതാജി ധന്വന്ത് പ്രണാമം, ഞാൻ ഭക്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് വിളിക്കുമ്പോഴേക്കും കൃഷ്ണഭക്തയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കൃഷ്ണഭക്തയാവുന്നത്, നിങ്ങൾ എന്താ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ഞാൻ വഴക്കിടാൻ പോകുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പെടാതെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോവുക. ഇതാണ് കാര്യം, അവരുടെ അറിവില്ലായ്മയാണ് അവരങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പൊരുത്തപ്പെട്ട് കൃഷ്ണന്റെ വഴിയിലൂടെ അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പക്ഷെ അവർക്ക് മനസ്സിലാവും ചെയ്യരുത്. അവരുടെ ആ ഒരു തീരുമാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നിരാകരിക്കരുത്. അത് തെറ്റാണ്, ആർക്കായാലും സങ്കടം വരും. അപ്പൊ അവരുടെ ആ ഒരു വിശ്വാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കൃഷ്ണന്റെ വഴി വ്യത്യസ്തമായ വഴിയാണ്, ആ വഴി ഇതാ, ഇതിലൂടെ പോണം, അതിനിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ 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 പോണം. മനസ്സിലായോ? എന്താ അങ്ങിട്ടിരിക്കുന്ന മെസ്സേജ്? വലിയ മെസ്സേജാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഹരിപ്പാട് ബസ്സിൽ ഒരാൾ വന്ന് കയ്യിൽ എന്തോ ഒരു ചെറിയ ഉപകരണം ഉണ്ടായിരുന്നു. ഓച്ചിറ അമ്പലത്തിനെ പറ്റി ഒരു ഭക്തിഗാനം പാടി. പിന്നീട് ഞാൻ കണ്ടത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൽ കണ്ടു. വളരെ സന്തോഷമായി. പരാജയപ്പെട്ടു, എന്നാലും അതിൽ വരാൻ പറ്റിയല്ലോ മാതാജി. പേരറിയില്ല, പിന്നീട് TV-യിലൊന്നും കണ്ടില്ല. ഭഗവാന്റെ കൃപ. അദ്ദേഹത്തിന് ഒരു വരിയെങ്കിലും ഭഗവാനെ കുറിച്ചോ ദേവിയെ കുറിച്ചോ പറയാൻ പറ്റിയില്ലേ, പാടാൻ പറ്റിയില്ലേ? വിജയവും പരാജയമൊക്കെ ജീവിതത്തിന്റെ എന്താ പറയുക, ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. നമ്മൾ എവിടൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു, എവിടൊക്കെ വിജയിച്ചിരിക്കുന്നു. ഇതിലൊന്നും നമുക്ക് യാതൊരുവിധ സന്തോഷങ്ങളും ഇല്ല, എന്താ പറയാ, സങ്കടങ്ങളും ഇല്ല. ഇതൊക്കെ വരും പോകും അല്ലെ, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗം. ഇനിയും ചിലപ്പം ഭഗവാൻ അവരെ മുന്നോട്ട് കൊണ്ടുവരില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? പൂർവ്വജന്മ കർമ്മഫലങ്ങൾ തീരുമ്പോൾ ഒരു വലിയ നിലയിലോട്ട് എത്തില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? അതുകൊണ്ട് അതിലൊന്നും വിഷയമില്ല. ഉൾക്കണ്ണിന്റെ കാഴ്ചയിൽ പാടിയില്ലേ, അത് തന്നെ വലിയ കാര്യം. അപ്പൊ ഇനി അദ്ദേഹത്തിനെ വീണ്ടും കാണാൻ അങ്ങേക്ക് ഒരു അവസരം ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അനുമോളെ, ആർക്ക് വേണമെങ്കിലും മുക്തി നൽകാൻ കഴിയുമെന്ന് അവരറിയുന്നില്ല അല്ലെ. ഭഗവാന് ആർക്ക് വേണമെങ്കിലും മുക്തി കൊടുക്കാം. ഭഗവാൻ വിചാരിക്കുകയാണ് കർമ്മഫലങ്ങളെല്ലാം തീരട്ടെ, അവർക്ക് മുക്തി ലഭിക്കട്ടെ, അവർക്ക് മോക്ഷം ലഭിക്കട്ടെ. കായംകുളം ബാബു, ഓക്കെ, സൂപ്പർ. അപ്പൊ ഭഗവാൻ വിചാരിക്കുകയാണ് ശരി, അനുവിന്റെ കഷ്ടപ്പാടുകളെല്ലാം തീരട്ടെ, ഇതോടുകൂടി അങ്ങ് തീർന്ന് അവള് സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന് ഭഗവാൻ ഒരു നിമിഷം അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മാറി മറിയാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതം. ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ആ ഒരു പാതയിൽ നിന്ന് നമ്മളെ ട്വിസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ, ഇപ്പൊ മുരുകൻ പ്രഭു പറഞ്ഞതുപോലെ അവിചാരിതമായിട്ടാണ് നമ്മൾ പലരെയും പരിചയപ്പെടുന്നത് അല്ലെ. ഞാൻ എത്രയോ സിനിമയിലും സീരിയൽസിലും ഒക്കെ വർക്ക് ചെയ്തു. ഗുരുവായൂർ മഞ്ജരീസിലൂടെയാണ് നിങ്ങൾക്ക് എന്നെ അറിയുന്നത്. മഞ്ജരീസ് എന്ന് പറയുന്ന പ്രസ്ഥാനമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയാൻ കുറച്ചും കൂടി ചിലപ്പോൾ കാലതാമസം എടുത്തേക്കാം, ചിലപ്പോൾ അറിയാതെ പോയിരിക്കാം. അപ്പോൾ എവിടെ വെച്ചോ എങ്ങനെയോ ഭഗവാൻ എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ചാണ് മുന്നോട്ട് പോവുക. ഇതൊന്നും നമ്മുടെ കഴിവല്ല.
അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. കൃഷ്ണന്റെ ഈ ഒരു വിവിധമുള്ള അതീന്ദ്രിയ ഗുണങ്ങളെ അറിയാത്തത് കൊണ്ടാണ് പലരും ഭഗവാനെ പുച്ഛിക്കുന്നത്. ഭഗവാന്റെ അന്തർശക്തി എന്താണ്, ബാഹ്യശക്തി എന്താണ് എന്നറിയാത്തത് കൊണ്ടാണ് എന്താണ്, അതെ ശ്രീകുമാരി മാതാജി, അറിയാത്തത് കൊണ്ടാണ് അവര് ഭഗവാനെ പുച്ഛിക്കുന്നത്. അപ്പൊ അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, വിഷമിക്കാൻ പാടില്ല. ഭഗവാന്റെ ആ ഒരു അന്തർശക്തിയുടെ പ്രതീക്ഷീഭാവമാണ് ഭൗതിക ലോകത്തിലേക്കുള്ള അവതാരം എന്ന് അവർക്കറിയില്ല. ഭഗവാന്റെ അന്തർശക്തി, അതായത് ആരാണ്, ശ്രീമതി രാധാറാണി, രാധാറാണിയുടെ പ്രതീക്ഷീഭാവമാണ് ഭൗതിക ലോകത്തിലേക്കുള്ള അവതാരം. ശ്രീമതി രാധാറാണി തീരുമാനിക്കുകയാണ്, ഇന്ന സ്ഥലത്തേക്ക് പോകും, ഇന്ന കാര്യം ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ പോലും കൃഷ്ണൻ നിൽക്കൂല, കൃഷ്ണൻ ഓടിപ്പോവും. അതാണ് ഭഗവാനും ശ്രീമതി രാധാറാണിയും തമ്മിലുള്ള ഒരു ബന്ധം. ഭൗതിക ശക്തിക്ക് ഉടമയാണ് അദ്ദേഹം. അതായത് ശ്രീമതി രാധാറാണി എന്ന് പറയുമ്പോൾ, അന്തർശക്തി എന്ന് പറയുമ്പോൾ, നമ്മൾ പ്രകൃതിയെ എങ്ങനെയാ കാണുന്നത്, മാതാവായിട്ട് അല്ലെ. ഈ പ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകൃതിയെ മാതാവായിട്ട്, ഭൂമി ദേവിയായിട്ടാണ് എന്താ പറയാ നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ആ പ്രകൃതി, ആ ഭൂമി ദേവിയാണ് ഭഗവാന്റെ അന്തർശക്തി. ഈ പ്രകൃതി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ഓക്സിജൻ ആണ്, അത് പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത് അല്ലെ. ആ പ്രകൃതിയിൽ ഓക്സിജൻ നൽകുന്ന ഈ ചെടികളെല്ലാം തന്നെ ആര് സൃഷ്ടിച്ചതാണ്? ഭഗവാൻ സൃഷ്ടിച്ചതാണ്. അപ്പൊ ഭഗവാന്റെ സൃഷ്ടിയിലൂടെയാണ് പ്രകൃതി നിലനിൽക്കുന്നത്. പ്രകൃതിയിലൂടെയാണ് ഭഗവാൻ നമ്മളെല്ലാം തീറ്റിപ്പോറ്റി വളർത്തി വലുതാക്കി ഇങ്ങനെയുള്ള ആളുകളാക്കി മാറ്റുന്നത്. അപ്പോ ആ അന്തർശക്തിയുടെ കാരുണ്യമാണ് ഭഗവാൻ നമ്മളിലെല്ലാം തന്നെ ഒരു പരമാത്മാവിന്റെ രൂപത്തിൽ നിലനിൽക്കുന്നത്. ആ ശക്തി എത്ര കരുത്തുള്ളതാണെങ്കിലും തന്റെ നിയന്ത്രണത്തിലാണെന്നും, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഈ ശക്തി. പ്രകൃതി എന്ന് പറയുന്ന ഈ അന്തർശക്തി ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോ തനിക്ക് അർപ്പണം ചെയ്യുന്ന ഏതൊരാൾക്കും അതിന് കീഴ്പ്പെടേണ്ടി വരില്ല. നമ്മൾ ഈ ഭൗതിക പ്രകൃതിയാണ് നമ്മളെ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരുന്നത് അല്ലെ. ചുറ്റുപാടുള്ള ഈ പ്രകൃതിയും സുഖങ്ങളുമാണ് നമ്മളെ ഇങ്ങനെ ഭൗതികതയിൽ തന്നെ തളച്ചിടുന്നത്. പക്ഷേ ആ ഭഗവാൻ ആരാണോ കീഴ്പ്പെടുന്നത്, ഈ പ്രകൃതി പോലും ഭഗവാന് കീഴ്പ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താ, ഈ രാധാറാണി എന്ന് പറയുന്ന അന്തർശക്തി ഭഗവാന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാന്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന മായയാണ് നമ്മളെ എല്ലാവരെയും ഈ ലോകത്തിങ്ങനെ തളച്ചിടുന്നത്, ആഗ്രഹങ്ങൾക്ക് അടിമപ്പെടുത്തുന്നത്. ക്ലിയർ? ആ സമയത്ത് ഭഗവാന് ആരാണോ അടിമയായിട്ട്, അതായത് അദ്ദേഹത്തിന് ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്, ആ വ്യക്തിക്ക് ഒരിക്കലും പ്രകൃതിയായിരിക്കുന്ന ഭൗതിക ലോകത്ത് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടി വരില്ല. അതായത് ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തി ലഭിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ശാന്തിയും സമാധാനവും കിട്ടും. കൃഷ്ണൻ പലപ്പോഴും പറയുന്നുണ്ട് മമമായ ദുരത്യയാ, അതായത് കൃഷ്ണന് സ്വത്താത്മാർപ്പണം ചെയ്യുന്ന, സ്വന്തമായിട്ട് ആത്മസമർപ്പണം ചെയ്യുന്ന ഒരാൾക്ക് ഭൗതിക ശക്തിയുടെ ഈ ഒരു വലയത്തിൽ നിന്ന് രക്ഷപ്പെടാനാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാന്റെ ശരീരം എങ്ങനെ നമ്മുടെ ഭൗതിക ശരീരവുമായിട്ട് ഒന്നാവും? നമ്മളെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കോ? സ്ഥിതി ചെയ്യാൻ സാധിക്കോ? സംഹരിക്കാൻ സാധിക്കോ? ഒന്നും സാധിക്കില്ല. അങ്ങനെ വല്ലതും ചെയ്താൽ നമ്മള് ജയിലിൽ പോയി കിടക്കേണ്ടി വരും അല്ലെ. നിയമം നമ്മളെ വെറുതെ വിടില്ല. അപ്പോ അതിനുള്ള പൂർണ്ണ അധികാരം ആർക്കാ ഉള്ളത്? ഭഗവാനാണുള്ളത്. ഭഗവാന്റെ ആ ഒരു സൃഷ്ടിസ്ഥിതി സംഹാരമായിരിക്കുന്ന, അങ്ങനെ നിയന്ത്രിക്കുന്ന ഭഗവാന്റെ ശരീരം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഭൗതിക ശരീരവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുക? എങ്ങനെയാണ് അത് ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റുക? കൃഷ്ണനെ കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണ പൂർണ്ണമായിട്ടും വിഡ്ഢിത്തമാണ്. ഭഗവാൻ തന്നെയാണ്. ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണപ്പെടുന്ന ഭഗവാൻ കൃഷ്ണൻ പരമാണു കോടികളുടെയും വിശ്വരൂപത്തിന്റെ ഭീമാകാരമായിരിക്കുന്ന ആവിർഭാവത്തിന്റെയും ഒരേപോലെ വരുതിയിൽ നിർത്തുന്നുവെന്ന് ഒരു വിധത്തിലും മൂഢജനങ്ങൾക്കറിയില്ല. ഭഗവാന് കാറ്റിനെയും എന്താ പറയാ, തീയെയും അഗ്നിയെയും എന്ന് പറഞ്ഞ പോലെ സമസ്ത ബ്രഹ്മാണ്ടങ്ങളെയും നിയന്ത്രിക്കാൻ ഭഗവാന് സാധിക്കും. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നുണ്ടോ? നമ്മളെ ഭർത്താക്കന്മാരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ അവർ അങ്ങോട്ട് ഓടിപ്പോവും അല്ലെ, അവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് ഓടി വരും. അവരുടെ ക്യാരക്ടർ എപ്പം മാറുന്നു നമുക്ക് പറയാൻ പറ്റൂല. പോട്ടെ, ഇനി അവരെയും വിട്ടേക്ക്. ഇനിയിപ്പോ രാവിലെ തന്നെ അവരെ നെഞ്ചത്തോട്ട് കയറണ്ട. നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? അയ്യോ ഒന്ന് വേണ്ട, ഇന്ന് വേണം എന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടോ? ചെയ്യണം എന്ന് വിചാരിച്ച കാര്യം രാവിലെ ചെയ്യാം, ഉച്ചയ്ക്ക് ചെയ്യാം, വൈകുന്നേരം ചെയ്യാം, രാത്രി ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ നീണ്ടുപോകും. നമ്മുടെ പ്രസന്നാമ്മ കഴിഞ്ഞ ദിവസം എനിക്കിട്ടൊരു പണി തന്നായിരുന്നു. പ്രസന്നാമ്മയോട് ഞാൻ പറഞ്ഞു മഞ്ജരീസിനൊരു നിയമാവലി ഉണ്ടാക്കാൻ പറഞ്ഞു. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറഞ്ഞു. വളരെ രസകരമാണ്. അവര് മഞ്ജരീസിനല്ല നിയമാവലി ഉണ്ടാക്കിയത്, അമ്പിളി മാതാജിക്കാണ് നിയമാവലി ഉണ്ടാക്കിയത്. അതിന്റെ മുൻപന്തിയിൽ കൊടി പിടിച്ചത് ജയന്തിയമ്മയാണ്. കാരണം എന്താ അറിയോ,
ഞാൻ നമുക്ക് വേറെ കുറേ വർക്കുകൾ ഉണ്ടല്ലോ മഞ്ജരീസിൽ. നിങ്ങൾക്ക് ഈ ജ്ഞാനമഞ്ജരി, ദേവമഞ്ജരി ഇതൊക്കെ ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവർക്ക് ഇട്ട് കൊടുക്കണ്ടേ? ഓരോരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങളത് കീപ്പ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ ഇരിക്കെ ഞാൻ ഇവരോട് പറഞ്ഞു ഒരു 10 നിയമാവലികൾ ഉണ്ടാക്കും മഞ്ജരീസിനെന്ന്. അതും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും മഞ്ജരീസിനല്ല നിയമാവലി, അമ്പിളിമാതാജിക്കാ നിയമാവലി. ദിവസവും ക്ലാസ് എടുക്കുക, ഭക്തരുടെ ആവശ്യം നടത്തി കൊടുക്കുക, മെസ്സേജുകളെല്ലാം കൃത്യമായി നോക്കുക, എല്ലാവരുടെ ഹാരവും നെയ്വിളക്കും കൃത്യമായി ചെയ്യുക, അവരുടെ ഫോൺ കോളിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുക എന്ന് വേണ്ട വലിയൊരു ടോപ്പിക് എന്നെ ഇങ്ങോട്ടേക്ക് എഴുതിയിട്ട് തന്നു. ഞാൻ ഇതെല്ലാം കൂടി വായിച്ചിട്ട് എനിക്കങ്ങ് ചിരി വന്നിട്ട് വയ്യ. ഞാൻ ചോദിച്ചേ ഇത് ആർക്കപ്പം നിയമാവലി ഉണ്ടാക്കിയത്, എനിക്കാണോ അല്ലെങ്കിൽ മഞ്ജരീസിനാണോ എന്ന് ചോദിച്ചു. പിന്നെ നമ്മുടെ രേഖാമ്മയും ശൈന്യമ്മയുടെ അതിലും വലിയ കോമഡിയാ, മറ്റേ ശ്രീയമ്മയും എല്ലാരും കൊണ്ടുവരുന്നത് എനിക്കുള്ള നിയമാവലിയാ. എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ശ്രീലതാ മാതാജി ക്ഷേത്രമഞ്ജരിയിടുന്നില്ലേ, ശ്രീയമ്മ വന്നിട്ട് അടുത്ത ആള് വീണ്ടും അമ്പിളിമാതാജിക്കുള്ള മഞ്ജരീസിലേക്കുള്ള നിയമാവലി. അപ്പൊ ഞാൻ ചോദിച്ചേ ഇതല്ല ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞത് മഞ്ജരീസിന് ഒരു 10 നിയമാവലി ഉണ്ടാക്കാനാ. കാരണം വോയിസ് കോള് വിളിക്കുമ്പോ നെറ്റിൽ എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നിയമാവലിയാണെന്ന് പറഞ്ഞു. അയ്യോ മാതാജി തെറ്റിപ്പോയി, സോറി. ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം. അപ്പൊ അതേപോലെ നമ്മൾക്ക് എന്താ പറയാ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങള് നമ്മൾക്ക് തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഈ നിയമാവലി എല്ലാം കൂടെ ഞാൻ പ്രസന്നാമയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ വേർഡ്സ് ഒക്കെ ഒന്ന് ചുരുക്കിയിട്ട് പക്കയായിട്ട് എനിക്ക് എഴുതി താന്ന് പറഞ്ഞു. രാവിലെ കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞു, വൈകിട്ട് കഴിഞ്ഞു, കിട്ടണില്ല. പ്രസന്നാമ ജോലി തിരക്കില്ല. രാത്രി വന്നപ്പോ എന്നോട് പറയാം വൈകിട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോ കൃഷ്ണൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയെന്ന്. വീണ്ടും രാത്രി ആയപ്പോ കൃഷ്ണൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയെന്ന്. ഞാൻ പറഞ്ഞാണോ എന്നാ ഞാൻ കിച്ചുവിനോടൊന്ന് ചോദിക്കട്ടെ. അത് വേണ്ട, ഞാൻ ഇപ്പൊ ചെയ്തരാന്ന്. അതേപോലെ നമ്മൾക്കൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? കാരണം എന്താ, നമ്മുടെ മനസ്സിനെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഭഗവാൻ സമസ്ത ബ്രഹ്മാണ്ടങ്ങളെയും ഈ ബ്രഹ്മാണ്ടങ്ങളിലുള്ള എല്ലാ ജീവാത്മാക്കളെയും ഭഗവാന്റെ ഒരു ദൃഷ്ടി കൊണ്ട് ഭഗവാൻ നിയന്ത്രിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഒരു സെക്കൻഡ് ഇരിക്കുന്ന ദൃഷ്ടി കൊണ്ട് ഭഗവാൻ ഇതെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ ഭഗവാന്റെ ഒരു ശക്തി. അത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളെ ഉണ്ണിക്കണ്ണ, വെണ്ണക്കണ്ണ, ഗോപാലകൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ട് നമ്മള് വളരെ നിസ്സാരമായിട്ട് കാണുന്നു. ഭഗവാനും നമ്മളെ അങ്ങനെയാണ് കളിപ്പിക്കുന്നത്, അത് വേറെ കാര്യം. വെണ്ണയും പിടിച്ചുകൊണ്ട് കുറെ അമ്മമാരുടെ ഹൃദയത്തിൽ അങ്ങ് കയറിയിരിക്കുകയാണ് കള്ളക്കണ്ണനായിട്ട് കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ. അപ്പോ അതെല്ലാം തന്നെ ഭഗവാന്റെ ലീലകളാണ്. അദ്ദേഹത്തിന്റെ വലിപ്പം നമ്മളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ അർത്ഥം നമ്മള് അദ്ദേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കാതെ ഇടപെടരുത് എന്നുള്ളതാണ്. അപ്പോ ഏറ്റവും വലിപ്പമുള്ള ഒരു സൂക്ഷ്മ രൂപം അവരുടെ ഭാവനയ്ക്കും അതീതമാണ്. മനസ്സിലായില്ലേ? ഭഗവാന്റെ ആ ഒരു എന്താ പറയാ ഭഗവാന്റെ ആ ഒരു രൂപം എന്ന് പറയണത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വിശ്വരൂപത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഭഗവാന്റെ വിശ്വരൂപത്തെ കുറിച്ച്. ഒരു മുരുടേശ്വറിൽ പോയാല് മഹാദേവന്റെ ഒരു വലിയ രൂപം കാണാം. അത് തന്നെ നമുക്ക് കണ്ണിന് അയ്യോ എന്തൊരു വലുതാണ് എന്നൊരു തോന്നലാണ്. വലിയൊരു സ്റ്റാച്യു അല്ലേ? അത് തന്നെ വലുതായിട്ട് തോന്നുന്ന നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ കണ്ടു തീർക്കാൻ പറ്റില്ല. ഈ ഭൂമിയേക്കാൾ വലുതാണ്, എത്രയോ സമസ്ത കോടി ബ്രഹ്മാണ്ടങ്ങളെക്കാളും വലുതാണ് ഭഗവാന്റെ വിശ്വരൂപം. ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ അർജുനൻ പോലും പറഞ്ഞത് അയ്യോ എനിക്കിത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അദ്ദേഹത്തിന് പറ്റുന്നില്ലേ പിന്നെ നമ്മളെ കൊണ്ട് എങ്ങനെ സാധിക്കും? ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ വലിപ്പം നമ്മളെ കാണിക്കാനോ ബോധിപ്പിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാത്തിലും ചെറുതായിട്ട് ഒരു കുഞ്ഞായിട്ട് നമ്മളോട് കൂടി ഭഗവാൻ അങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ അർത്ഥം അദ്ദേഹം വളരെ ചെറുതാണ് എന്നല്ല, നമ്മളെ പോലെ ഒരു സാധാ മനുഷ്യനാണ് എന്നല്ല. അതുകൊണ്ട് മനുഷ്യാകൃതിയിലുള്ള ഒരാൾക്ക്, നമ്മളെ പോലെയുള്ള ഒരാൾക്ക് അപരിമേയതിനും അണുപ്രായമായതിനെയും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നവർ വിശ്വസിക്കുന്നില്ല. സാധിക്കുന്നുണ്ടോ? നമ്മൾക്ക് ഒരു കുഞ്ഞൊരു സാധനത്തിനെ പോലും നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വാസ്തവത്തിൽ ആ രണ്ടിന്റെയും ഉടമ ഭഗവാനാണെങ്കിലും അവയിൽ നിന്നെല്ലാം അകന്നാണ് ഭഗവാൻ നിൽക്കുന്നത്. സമസ്ത ബ്രഹ്മാണ്ടങ്ങളിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഉടമ എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്. പക്ഷെ കൃഷ്ണൻ ഇതിലൊന്നും ഇടപെടുന്നില്ല. അപരിമേയത്തെയും അണുപ്രായമായതിനെയും ഒരേ വിധത്തിൽ നിയന്ത്രിക്കുന്നുവെന്നും അതേസമയം അവയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവെന്നും അവിടുത്തെ ഐശ്വര്യമായിരിക്കുന്ന യോഗത്തെ അചിന്ത്യവും ദിവ്യവുമായിരിക്കുന്ന ശക്തിയെക്കുറിച്ച് വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്.
എല്ലാത്തിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലെ. എന്നാൽ എല്ലാത്തിൽ നിന്നും ഭഗവാൻ പുറത്തു നിൽക്കുന്നുണ്ട്. ഒന്നിനും ഭഗവാൻ അഡിക്ഷൻ അല്ല. എല്ലാത്തിനെയും ഭഗവാൻ അദ്ദേഹത്തിന്റെ ദൃഷ്ടി കൊണ്ട് നിയന്ത്രിക്കുന്നു. സാധാരണ മനുഷ്യനെ പോലെ തോന്നിക്കുന്ന കൃഷ്ണന് അപരിമേയമായതിനെയും അണുപ്രായമായതിനെയും എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് മൂഢന്മാർക്ക് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയോ ഭഗവാൻ എങ്ങനെ നിയന്ത്രിക്കണേത്? ആർക്കും അറിഞ്ഞൂടാ. അത് അദ്ദേഹത്തിന്റെ ലീലയാണ്. എങ്ങനെയാണ് ഏകകോശ ജീവിയായിരിക്കുന്ന അമീബയെയും ഇത്രയും വലിയ അഹങ്കാരം പിടിച്ച നമ്മളെയൊക്കെ ഭഗവാൻ നിയന്ത്രിക്കുന്നത്? ഒരു രക്ഷയില്ല. എത്ര വലിയ ആട്ടാടിയവനും എത്ര വലിയ ധിക്കാരം കാണിച്ചവനും ഭക്തരെ എത്രത്തോളം വിഷമിപ്പിച്ചവനായാലും അവൻ കൃഷ്ണ സന്നിധിയിൽ മുട്ടുമടക്കേണ്ടി വരും. യാതൊരു സംശയവും ഇല്ല. പല വീടുകളിലും പലരും വല്ലാണ്ട് മാനസികമായി വിഷമിപ്പിക്കുന്നുണ്ട്. ഞാനത് അറിയുന്നുമുണ്ട്. മഞ്ജരീസിലൂടെ പലരും വിളിച്ച് വേദനകൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, അവരുടെ കണ്ണീരിനുള്ള ഉത്തരം ഇവർ പറയേണ്ടി വരും ഭഗവാന്റെ സന്നിധിയിൽ. ഇന്നവർ ആട്ടാടിക്കോട്ടെ, ഇന്നവർ ധിക്കരിച്ചോട്ടെ, എന്ത് വലിയ വിഷയങ്ങൾ അവരുണ്ടാക്കിക്കോട്ടെ, അടിച്ചമർത്തിക്കോട്ടെ, പക്ഷെ ഭഗവാൻ തന്നൊരു ഉറപ്പുണ്ട്. എന്താണെന്നറിയാവോ? എന്റെ ഭക്തന് നാശമില്ല എന്നുള്ള ആ ഒരു ഉറപ്പ്. ഭഗവാന്റെ വാക്ക് നമുക്ക് ഒരിക്കലും ധിക്കരിക്കാനും പറ്റൂല, അസത്യം എന്ന് പറയാനും സാധിക്കില്ല. അപ്പോ ആരെ കരയിപ്പിച്ചാലും, ഏത് വീട്ടിൽ വെച്ച് ആരെ മാനസികമായിട്ട് ശാരീരികമായി പീഡിപ്പിച്ചാലും അതിനുള്ള ഉത്തരം കൃഷ്ണസന്നിധിയിൽ പറയേണ്ടി വരും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം നിങ്ങൾ തൊട്ട് കളിക്കുന്നത് ഭഗവാന്റെ ഭക്തരെയാണ്. അത് മകളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഭഗവാന്റെ ഭക്തരെ തൊട്ടാൽ അതിനുള്ള ഉത്തരം ഭഗവാന്റെ സന്നിധിയിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ ജന്മത്തിലും കൊടുക്കേണ്ടി വരും, ഇനിയുള്ള ജന്മത്തിലും കൊടുക്കേണ്ടി വരും. കോടാനുകോടി ജന്മത്തിൽ ഭഗവാന്റെ ദേഷ്യം തീരുന്നത് വരെ പാണ്ഡവരോട് ഭഗവാൻ എണ്ണി കർണനോട് ചോദിച്ചു, ഇതാണോ ധർമ്മം എന്ന് ചോദിച്ചപ്പോ കർണനോട് അങ്ങോട്ടേക്ക് ഒരു സമുദ്രം പോലെ അങ്ങ് കെട്ടഴിച്ചു വിട്ടു, നീ ചെയ്ത ഇതൊക്കെ ധർമ്മമല്ല എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതേപോലെ കർണൻ ഉത്തരം മുട്ടിയിട്ടാണ് മിണ്ടാതിരുന്നത്. അതേപോലെ ഭഗവാന്റെ ഭക്തരെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങളുടെ ശരപ്രവാഹമായിട്ട് ഭഗവാൻ വരും. അപ്പൊ അതിനുള്ള വഴി ആരും ഉണ്ടാക്കണ്ട. ഭഗവാന്റെ ഭക്തരെ ഒന്നും പറയാൻ പോണ്ട, മിണ്ടാണ്ടിരിക്കുക. അവർ വിളക്ക് വെക്കേ, പ്രാർത്ഥിക്കേ, നേദ്യം വെക്കേ, ജപിക്കേ, വായിക്കേ, ഗോപീചന്ദ്രൻ തൊടി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അത് ഡിപ്പാർട്ട്മെന്റ് വേറെയാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. കൃഷ്ണൻ പരമപുരുഷനാണെന്ന അറിവുള്ള ഭക്തജനങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആത്മസമർപ്പണം ചെയ്യുന്നുണ്ട്. കൃഷ്ണാവബോധത്തോടെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അല്ലെ, കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഭഗവത് സേവനം ചെയ്യുക. എന്താ ഭഗവത് സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സത്സംഗങ്ങൾ പോലെയുള്ള കാര്യങ്ങള് ഓരോരുത്തരിലേക്കും എത്തിക്കുക. ഇപ്പൊ നമ്മുടെ പ്രഭാത മഞ്ജരിയൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് നല്ല മെസ്സേജാണ്, ഞങ്ങളെയും കൂടി ആഡ് ചെയ്യൂ എന്ന് പറയുമ്പോ ഞാനത് ഷെയർ ചെയ്തിട്ടല്ല, ഷെയർ ചെയ്യുന്ന ഭക്തരിൽ നിന്ന് ഓരോരോ വ്യക്തികള് ഭഗവാനിലേക്ക് അടുക്കുകയാണ്. അല്ലെ, അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആവുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലിങ്ക് വരുമ്പോ ആ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ കൊള്ളാലോ, ഭഗവത്ഗീതയാണല്ലോ, ആ ജീവാത്മാവിന് അത് കേൾക്കാനുള്ള ഒരു അവസരം നമ്മുടെ ഒരു ഷെയറിങ്ങിലൂടെയാണ് കിട്ടുന്നത് എങ്കിൽ എത്രയോ അന്യമതത്തിൽ ജനിച്ച ആളുകളൊക്കെ ഇപ്പൊ വിളിച്ചിട്ട് മതജി ഞാൻ കേൾക്കാറുണ്ട് ക്ലാസ്, ഒരുപാട് സന്തോഷം, മനസ്സിലാവുന്നുണ്ട്, ഗീത മനസ്സിലാക്കുന്നു, ഇപ്പോൾ ജീവിതത്തിൽ പഴയ പോലത്തെ പ്രശ്നങ്ങളില്ല, മാനസികമായിട്ട് ഞാൻ ഓക്കെയാണ് എന്ന് പറയുമ്പോൾ അത് ഷെയർ ചെയ്യുന്ന വ്യക്തി ചെയ്തിരിക്കുന്ന ഭഗവത് സേവനം എത്രയോ കോടി ജന്മങ്ങളുടെ പുണ്യമാണ്. മനസ്സിലായില്ലേ? അതാണ് ഭഗവത് സേവനം എന്ന് പറയുന്നത്. നിരാകാരവാദികൾക്കും സകാരവാദികൾക്കും ഇടയിൽ ഒരു വിവാദ വിഷയമാണ് ഭഗവാന്റെ മനുഷ്യരൂപത്തിലുള്ള ഈ അവതാരം. അല്ലെ, ഭഗവാനെ കുറിച്ച് അറിയാത്ത വ്യക്തികൾ പലരും ഭഗവാന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് പുച്ഛിച്ച് സംസാരിക്കും, ഒരുപാട് തെറ്റുകൾ കണ്ടെത്തി സംസാരിക്കും. എല്ലാ കാര്യത്തിലും നമുക്ക് ശരിയും തെറ്റും കണ്ടെത്താൻ പറ്റും. വെറുതെ ഇരിക്കുന്ന ഒരാളിലും തെറ്റ് കണ്ടെത്താൻ പറ്റും, എന്തേലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിലും തെറ്റ് കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇവരിലൊന്നും നന്മ കണ്ടെത്താൻ ആരും ശ്രമിക്കുന്നില്ല. ഏത് കൊള്ളൂലാത്ത വേസ്റ്റിലും ഉണ്ടൊരു നന്മ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? എപ്പോഴും ഒരാളെ കുറിച്ച് നമ്മൾ നെഗറ്റീവ് മാത്രം സംസാരിക്കരുത്. അവരിലൊരു നന്മയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. ആ നന്മയാണ് ഈശ്വരീയ ചിന്തകളെ കൂടുതൽ ഉണർത്തുന്നത്. ഈ ഒരു കൃഷ്ണ ശാസ്ത്രത്തില് പ്രാമാണിക ഗ്രന്ഥങ്ങളായിരിക്കുന്ന ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും പ്രത്യക്ഷ ഏവ കൃഷ്ണ എന്നാണ് പറയുന്നത്. നമ്മളല്ലേ ശ്രീമദ് ഭാഗവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യക്ഷ ഏവ കൃഷ്ണ എന്നാ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രാമാണിക ഗ്രന്ഥങ്ങളായിരിക്കുന്ന ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിലും മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ
മനസ്സിരുത്തി കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ പറ്റും കൃഷ്ണൻ എന്താണ്, കൃഷ്ണൻ ആരാണ്, എങ്ങനെയാണ് കൃഷ്ണൻ നമ്മളിലേക്ക് വരുന്നത്. കൃഷ്ണൻ സർവേശ്വരനാണ്, അഖില കോടി ബ്രഹ്മാണ്ഡ നായകനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ള വസ്തുത നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലൂടെയും ഗീതയിലൂടെയും മനസ്സിലാക്കാൻ പറ്റും. ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ അവതരിച്ച കൃഷ്ണൻ അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല, അല്ലെ? നമുക്കറിയാം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല. ശ്രീമദ് ഭാഗവതത്തില് ശൗനകാദികളായിരിക്കുന്ന മുനികള് കൃഷ്ണന്റെ പ്രവൃത്തികളെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? കൃതവാൻകില കർമാണി സമരാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ കൂടെ കപടമാനുഷ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഭഗവാൻ കൃഷ്ണൻ ഒരു മനുഷ്യനെ പോലെ ബലരാമനോടൊപ്പം കളിച്ചു നടന്നിട്ടുണ്ട്, ഇല്ലേ? നമ്മള് രമൺരതിയിലൊക്കെ പോയതല്ലേ, മഞ്ജരീസിലൂടെ വൃന്ദാവനത്തില് ബലരാമന്റെ കൂടെ കളിച്ചു നടന്നിട്ടുണ്ട്. ഈ കപടവേഷത്തില് അദ്ദേഹം മനുഷ്യ സാന്നിധ്യങ്ങളല്ലാത്ത പല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ഗോവർദ്ധനഗിരി നോക്കൂ, ഒരു ചെറുവിരലില് നഖത്തിൽ പോയിട്ട് 7 രാത്രിയും പകലും പൊക്കി നിന്നു. നമുക്ക് അതിനൊരു കല്ലെടുത്ത് ബാഗിലിട്ട് തൊള്ളു തൂക്കിക്കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ മനുഷ്യനെ കൊണ്ട് അസാധ്യമായിരിക്കുന്ന പല കാര്യങ്ങളും, കാളിയന്റെ തലയിൽ കയറി നൃത്തമാടിയത്, കേശിഘട്ടിൽ പോയാൽ അവിടെ, ബ്രഹ്മാണ്ട് ഘട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ, എല്ലാം വിട്ടിട്ട് നമ്മള് നിധിവനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ, എത്ര 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 കാര്യങ്ങൾ, പൂതനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് അവിടെ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങള് ഭഗവാൻ മനുഷ്യനെ കൊണ്ട് അസാധ്യമായിരിക്കുന്നത് ഈ കുഞ്ഞു പ്രായത്തില് ബൽറാം സ്വാമിയുടെ കൂടെ കളിച്ചു നടക്കുന്ന പ്രായത്തിൽ പോലും ഭഗവാൻ ചെയ്തിരിക്കുന്നു, അല്ലെ? ഭഗവാൻ മനുഷ്യരായി അവതരിച്ചിരിക്കുന്നത് മൂഢന്മാരെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചിട്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിവരമില്ലാത്ത ആളുകള് ഇത് കണ്ടിട്ട് ഇത് കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ മായാജാലക്കാരനാണെന്ന് പറയുന്നു, ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് പറയുന്നു. പക്ഷെ എല്ലാ സത്യങ്ങളും തെളിവുകളും ഈ ഭൂമിയിൽ ഭഗവാൻ തന്നെ നമുക്ക് അവശേഷിപ്പിച്ച് തന്നിട്ടുണ്ട്. കൃഷ്ണൻ ഭൂമിയിൽ വന്നിരുന്ന സമയത്ത് അത്ഭുത പ്രകൃത്യങ്ങള് ഒരു മനുഷ്യനെ കൊണ്ടും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെ? ഭഗവാൻ ചെയ്തിരിക്കുന്ന അത്ഭുത പ്രവർത്തികള് ഒരാളെ കൊണ്ടും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആദ്യമായി കൃഷ്ണൻ തന്റെ അച്ഛനമ്മമാർക്ക്, അതായത് ദേവകി വസുദേവന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാ പ്രത്യക്ഷപ്പെട്ടത്? പറയൂ. കൃഷ്ണൻ അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരായിരിക്കുന്ന ദേവകി വസുദേവന്മാർക്ക് എങ്ങനെയാ പ്രത്യക്ഷപ്പെട്ടത്? ഞാൻ നോക്കട്ടെ, ക്ലാസ് കേട്ടിട്ട് എന്താ ഡെവലപ്മെന്റ്സ് എങ്ങനെയാ ഭിന്നമേ പ്രത്യക്ഷപ്പെട്ടത്? അറിയാൻ പാടില്ല. വന്നില്ലേ വൃന്ദാവനത്തില്? എന്നിട്ട് കാരാഗ്രഹമൊക്കെ കാണിച്ചെന്നല്ലേ? നന്ദകാവൊക്കെ കാണിച്ചെന്നല്ലേ? എന്നിട്ടും അറിഞ്ഞൂടെ? എങ്ങനെയാ പ്രത്യക്ഷപ്പെട്ടെ? പറയൂ, എങ്ങനെയാ പ്രത്യക്ഷപ്പെട്ടെ? ബിന്ദമ്മയ്ക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഇവിടെ ആർക്കെല്ലാം അറിയോ? കമന്റ്സ് ഒക്കെ സ്റ്റോപ്പായി. അതുവരെ ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ മാതാജി. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്റെ കുടുംബം ഒരാളും മിണ്ടത്തില്ല, വാ തുറക്കത്തില്ല. പറയൂ ഓമനാമ്മേ, ജിൻസി മാതാജി, പ്രീത മാതാജി, സായുഷ്, ത്രിവേണി അമ്മേ, ലൈവിൽ ഇരിക്കുന്ന എല്ലാരും പറയൂ. സ്റ്റോപ്പായി, കമന്റ്സ് സ്റ്റോപ്പായി. ചതുർത്ഥി ബാഹു അല്ല, അയ്യോ അമ്മ കൃഷ്ണ, ചതുർബാഹു, ചതുർത്ഥി ബാഹു അല്ല അമ്മ, ഐ വേണ്ടാട്ടോ. ചതുർബാഹുവായിട്ട് 4 കൈകളോടെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോ എന്നാൽ അവരുടെ അപേക്ഷ അനുസരിച്ച്, ദേവകി വസുദേവന്മാരുടെ റിക്വസ്റ്റ് പ്രകാരം, അപേക്ഷ പ്രകാരം പിന്നീട് അദ്ദേഹം ഒരു സാധാരണ കുഞ്ഞിന്റെ രൂപത്തിൽ അവരിലേക്ക് വന്നു, മനസ്സിലായോ? സായൂഷ് ചതുർബാഹുവായിട്ട് മോനെ 4 കൈകളോട് കൂടിയാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോ അതാണ് ചതുർബാഹു എന്ന് പറയുന്നത്. ബഭുവ പ്രകൃത്യാ ശിശു എന്നാണ് പറയുന്നത് ഭാഗവതത്തില് എന്ന് പറയുന്നു. വിശ്വരൂപത്തിലല്ലപ്പാ, ചതുർബാഹുവായിട്ട് കേട്ടോ, വിശ്വരൂപത്തിലല്ല. അപ്പോ ഈ സാധാരണ മനുഷ്യരൂപം സ്വീകരിക്കലും ഭഗവാൻ അതീന്ദ്രിയ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാവം തന്നെയാണെന്ന് ഇവിടെ വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാക്കി തരാണ്. മഹാവിഷ്ണു ആയിട്ട്, അതമ്മ ചതുർബാഹുവായിട്ട്. ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലും അർജുനൻ വിശ്വരൂപ ദർശനത്തിന് ശേഷം, അർജുനൻ വിശ്വരൂപ ദർശനം കണ്ടതിന് ശേഷം 4 കൈകളോട് കൂടിയ ഭഗവത് രൂപം വീണ്ടും കാട്ടിത്തരണമെന്ന് ചോദിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഭഗവാന്റെ അടുത്ത് 11-ാം അധ്യായത്തില് വിശ്വരൂപ ദർശനം കഴിഞ്ഞതിന് ശേഷം അർജുനൻ ചോദിക്കുന്നുണ്ട്, ആ 4 കുഴപ്പമില്ല രമണൻ പ്രഭു, 4 കൈകളോട് കൂടിയുള്ള ചതുർബാഹു ആയിരിക്കുന്ന ഭഗവാനെ ഒരു വട്ടം കൂടി കാണണമെന്ന് പറഞ്ഞപ്പോ
തൈനവരൂപേണ ചതുർഭുജേന എന്ന് പറയുന്നത്. അതായത് കൃഷ്ണൻ ആ രൂപം കാണിച്ചു കൊടുത്തതിന് ശേഷം തന്റെ മനുഷ്യ സദൃശ്യമായിരിക്കുന്ന യഥാർത്ഥ രൂപത്തിലേക്ക് വന്നു. 4 കൈകളോടുകൂടി ഭഗവാൻ വീണ്ടും അർജുനന് വിശ്വരൂപ ദർശനത്തിന് ശേഷം ആ രൂപം കാണിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഭഗവാൻ എന്ത് ചെയ്തു? സാധാരണ രൂപത്തിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള രൂപാന്തരങ്ങൾ ഒരിക്കലും മനുഷ്യ സാധാരണമല്ല. തീർച്ചയായിട്ടും നമുക്കും ഭഗവാൻ കാണിച്ചു തരും. ഓക്കെ, സ്വപ്നത്തിൽ ബാലകൃഷ്ണൻ പ്രഭുവിന് ഭഗവാൻ കാണിച്ചു തരും, ഉറപ്പാ. അപ്പോ ഒരു ഭക്തൻ ആഗ്രഹിച്ച ഭഗവാൻ എന്താ ചെയ്തു കൊടുക്കാതിരിക്കാത്തത്? എല്ലാം ചെയ്തു കൊടുക്കും. വൈകാതെ അങ്ങേക്ക് ഭഗവാൻ ആ ദർശനം സ്വപ്നത്തിൽ തരും, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മള് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാള്, കാരണം നിങ്ങളൊക്കെ ഭക്തരാണെന്ന് ഞാൻ നിസ്സംശയേന പറയും. ഞാൻ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ഭഗവാന്റെ ഭക്തര് ഒരാഗ്രഹം മനസ്സിൽ വെച്ചാൽ, അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം അത് നിറവേറ്റി തരും. അതാണ് കൃഷ്ണൻ, അതാണ് കൃഷ്ണന്റെ ഒരു ലീല എന്ന് പറയുന്നത്. അപ്പോ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു കാര്യം സാധാരണ മനുഷ്യരെ കൊണ്ട് സാധിക്കോ? ഒരിക്കലും സാധിക്കില്ല. മായാവാദ പ്രേരിതരായിട്ട് കൃഷ്ണനെ അവഗണിക്കുന്നവർ കൃഷ്ണൻ സാധാരണ മനുഷ്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ശ്രീമദ് ഭാഗവതത്തിലെ ഈ ഒരു ശ്ലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ ശ്ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മഭവിസ്താ സദാ എന്നാ പറയുന്നത്. അതായത് ഭഗവാൻ സർവ്വ ജീവജാലങ്ങളിലും ഉണ്ട്, ഇല്ലേ? എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ പരമാത്മാവിന്റെ രൂപത്തിലുണ്ട്. കൃഷ്ണനെ പുച്ഛിച്ച് തള്ളുന്ന പണ്ഡിതന്മാരുടെ വാക്കുകളെ പിന്തുടരുന്നതിന് പകരം കൃഷ്ണനെ പുച്ഛിച്ച് തള്ളുന്ന കുറെ പണ്ഡിതന്മാരുണ്ട്. നല്ല അറിവുള്ള ആളുകൾ പോലും പലരും കൃഷ്ണനെ പുച്ഛിച്ച് കൊണ്ടുപോയി ബാസ്ക്കറ്റിൽ ഇടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പകരം വൈഷ്ണവാചാര്യന്മാരായിരിക്കുന്ന ജീവ ഗോസ്വാമി, വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എന്നിവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശ്രീമദ് ഭാഗവത്തെ കുറിച്ചുള്ള ശ്ലോകം മനസ്സിലാക്കണം. ഈ സൂക്തത്തെ കുറിച്ച് ജീവ ഗോസ്വാമി എന്താ പറയുന്നതെന്ന് അറിയോ? കൃഷ്ണൻ തന്റെ പരിപൂർണ വിസ്തരണത്തിൽ പരമാത്മാവെന്ന നിലയിൽ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നുണ്ട്. പരമാത്മാവെന്ന നിലയിൽ അവർ പറയുന്നു, നമ്മുടെ ഗോസ്വാമിമാര് പറയുന്നു, കൃഷ്ണൻ പരമാത്മാവിന്റെ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നുണ്ട്. ആ നിലയ്ക്ക് ക്ഷേത്രത്തിലുള്ള ശ്രീ ഭഗവാന്റെ അർച്ചനാമൂർത്തിയെ നമ്മള് മാത്രം ആരാധിക്കുകയും മറ്റ് ജീവജാലങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന കനിഷ്ഠ ഭക്തന്റെ വിഗ്രഹാരാധന വ്യർത്ഥമാണ്. എന്ന് വെച്ചാല് നമ്മള് ഒരു ജീവാത്മാക്കളെയും എന്ത് ചെയ്യരുത്? അപമാനിക്കരുത്. നമ്മൾ ആരെയും അപമാനിക്കരുത്, ആരെയും കുറ്റം പറയരുത്, അതുപോലെ ആരിലും ഭക്തിയില്ല എന്ന് പറയരുത്, അല്ലെങ്കിൽ ആരെയും നമ്മൾ വേദനിപ്പിക്കരുത്. കാരണം എന്താണ്? അവരിൽ പരമാത്മാവിന്റെ രൂപത്തിൽ കൃഷ്ണൻ കുടികൊള്ളുന്നുണ്ട്. അങ്ങനെയെല്ലാം ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പൂജ ചെയ്തിട്ട് കാര്യമുണ്ടോ ബിന്ദുമ്മേ? കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ആരെയും എന്ത് ചെയ്യരുത്? ദ്രോഹിക്കരുത്. അപ്പൊ ബിന്ദുമ്മ ഞാൻ ദ്രോഹിക്കോ? ആ, ഓക്കെ. ബിന്ദുമ്മ ഇനി ദ്രോഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം അടുത്ത സെക്കൻഡ് എന്താ ചെയ്യാൻ പോണെന്ന്. എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോ നമ്മൾ എന്ത് ചെയ്യാ? ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ഒന്നും വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ട് അമ്പലത്തിൽ ഡെയിലി കയറി ഇറങ്ങിയിട്ടോ വീട്ടിൽ വെച്ച് കൃഷ്ണ വിഗ്രഹാരാധന ചെയ്തിട്ടോ ഒരു പ്രയോജനവും ഇല്ല. ഭഗവത് ഭക്തന്മാർ 3 വിധത്തിലുണ്ട്. കൂട്ടത്തിൽ താഴ്ന്ന നിലയിലാണ് പുതുഭക്തന്മാരുള്ളത്. മനസ്സിലായില്ലേ? ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവരെ നമ്മൾ എന്താ പറയാ? പുതുഭക്തന്മാർ എന്ന് പറയും. കനിഷ്ഠ ഭക്തൻ മറ്റു ഭക്തന്മാരോടൊപ്പം ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തോട് താല്പര്യം പ്രദർശിപ്പിക്കും. അടുത്തത് കനിഷ്ഠ ഭക്തന്മാരാണ്. അവരെന്താ ചെയ്യാ? ക്ഷേത്രത്തിൽ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്, അവരെല്ലാവരെയും എന്ത് ചെയ്യും? വിഗ്രഹത്തോടെല്ലാം താല്പര്യം കാണിക്കും. ഈ മനോഭാവം തിരുത്തണമെന്നാണ് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്. കൃഷ്ണൻ എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മ സ്വരൂപിയായിട്ട് വാഴുന്നത് കൊണ്ട് ഓരോ ശരീരവും ഭഗവത് നികേതമത്രേ. അതായത് നമ്മള് മറ്റുള്ളവരെല്ലാം ഉപദ്രവിച്ച് അപമാനിച്ച് വേദനിപ്പിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് കുറെ പ്രാർത്ഥിച്ചത് കൊണ്ടോ വീട്ടിൽ കുറെ പൂജ ചെയ്തുകൊണ്ടോ കാര്യമില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളിലും ഏത് ജീവാത്മാവിലും കൃഷ്ണനുണ്ട്. ആരെയും നമ്മൾ താഴ്ത്തിക്കെട്ടി കാണരുത്, എല്ലാവരിലും നന്മ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മൾ നമസ്തേ എന്ന് പറയുന്നത്. നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്നു. നമസ്തേ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിന്നിലുള്ള ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. അപ്പൊ ഏതൊരു താഴെ കിടക്കുന്നവനെയും ഏതൊരു ഉയർന്ന തലത്തിലുള്ളവനെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. കർമ്മഫലമാണ് അവനെ പല തല തട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ആരെയും ബഹുമാനിക്കാതെയും സ്നേഹിക്കാതെയും വേദനിപ്പിച്ചു കൊണ്ട് നടന്നിട്ട് വീട്ടിൽ വെച്ച് കൃഷ്ണനെ ആരാധന ചെയ്തിട്ടും അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം? അവനെ വിളിക്കുന്ന പേരാണ് കനിഷ്ഠ ഭക്തൻ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത് എന്നാണ് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഇവിടെ പറയുന്നത്. കൃഷ്ണൻ എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മ സ്വരൂപിയായിരിക്കുന്നത് കൊണ്ട് ഓരോ ശരീരവും ഭഗവാന്റെ
കേന്ദ്രമത്രേ, ഭഗവാൻ ഇരിക്കുന്ന എന്താ പറയാ സ്ഥലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭഗവാന്റെ ക്ഷേത്രത്തെ മാനിക്കുന്നത് പോലെ തന്നെ പരമാത്മാവാകുന്ന ആ ശരീരത്തെയും വേണ്ട രീതിയിൽ നമ്മൾ ആദരിക്കണം. അതായത് ഇപ്പം ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഭഗവാൻ വസിക്കുന്ന ആ ശരീരത്തെ നമ്മൾ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം. വേണ്ട പ്രീത മാതാജി, നരസിംഹ മന്ത്രം കുറച്ച് പവർഫുൾ ആണ്. നമ്മളപ്പം അത് ചില മന്ത്രങ്ങൾ കുറച്ച് ശക്തിയാണ്, അതിൽ ഉപയോഗിക്കുന്ന ബീജങ്ങൾ കൊണ്ട് ചില മന്ത്രങ്ങൾക്ക് ഭയങ്കര ശക്തി ഉണ്ടാവും. അപ്പൊ ആ ശക്തി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചില അശുദ്ധി സമയങ്ങളിൽ നമ്മൾ ചെയ്യരുത്. കാരണം എന്താ അറിയോ, ഈ മന്ത്രം നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മൾ അത് നമ്മുടെ ശരീരത്തിലേക്കാണ് എടുക്കുന്നത്, ഇല്ലേ? എന്ത് മന്ത്രമാണെങ്കിലും നമ്മുടെ ശരീരത്തിലേക്കാണ് എടുക്കുന്നത്. അപ്പോ ഫോർ എക്സാമ്പിൾ, ഇന്നലെ രാത്രി കഴിച്ച പാത്രത്തിൽ നമ്മൾ ഇന്ന് രാവിലെ വീണ്ടും ഭക്ഷണമൊട്ട് കഴിക്കോ? കഴുകിയിട്ടല്ലേ കഴിക്കുക? അത് വൃത്തിയായി ഉറപ്പാക്കിയിട്ടല്ലേ നമ്മൾ കഴിക്കുക, അല്ലേ? കഴിച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് വീണ്ടും അതിൽ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്, വൃത്തിയായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം. അപ്പൊ അതേപോലെ നമ്മുടെ ശരീരം വൃത്തിയായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മന്ത്രം ജപിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ കുളിക്കണം, ശരീരശുദ്ധി വരുത്തണം എന്ന് പറയുന്നത്. എന്നിട്ട് ആത്മീയ ശുദ്ധി കൈവരിക്കണം. ആത്മീയ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ എല്ലാം കൊണ്ടുപോയി ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് മന്ത്രം ജപിക്കുമ്പോൾ ഏകാഗ്രമായിരുന്നു ജപിച്ചാൽ അത് ശരീരത്തിലേക്കും മനസ്സിലേക്കും പ്രതിഫലനം ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചില മന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് ചിന്തിച്ച് ആലോചിച്ച് ചോദിച്ചിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ശരീരത്തിലും പരമാത്മാവിന്റെ രൂപത്തിൽ കൃഷ്ണൻ കുടികൊള്ളുന്നുണ്ട്. പരമാത്മാവാകുന്ന ആ ശരീരത്തെ വേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആരാധിക്കണം. അവഗണനാർഹരായിട്ട് ആരും തന്നെ ഇല്ല ഈ ലോകത്ത്, നമുക്ക് അവഗണിക്കാൻ ആരും തന്നെ ഇല്ല. എല്ലാവരെയും ബഹുമാനിക്കേണ്ടതാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഇനി ആരും ആരെയും അപമാനിക്കരുത്, അങ്ങനെ എന്റെ ശ്രദ്ധയിൽ പെടരുത് കേട്ടോ. ക്ഷേത്രാരാധനയെ നിന്ദിക്കുന്ന നിരാകാരവാദികളും ഉണ്ട് നമ്മുടെ ചുറ്റിനും. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പൂജ നടക്കുമ്പം ആ ക്ഷേത്രത്തെ നിരാകരിക്കുന്ന, എന്താ പറയാ, ആദരിക്കാതെ എന്താ പറയാ ഒരുപാട് മോശമായിട്ട് താഴ്ത്തി സംസാരിക്കുന്ന ആളുകളും ഉണ്ട്. ഈശ്വരൻ ഏതൊരിടത്തിരിക്കണമെന്ന്, എന്തിനൊരാൾ ക്ഷേത്രത്തിൽ പോയി ആരാധിക്കണം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്തിനാ ഗ്രൂപ്പിൽ നിൽക്കുന്നത്, എന്തിനാ നാമം ചൊല്ലുന്നത്, അല്ലെ എന്തിനാ രാവിലെ തന്നെ ഓടി അമ്പലത്തിൽ പോകുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം പക്ഷെ ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ ക്ഷേത്രത്തിലും വിഗ്രഹത്തിലും ഉണ്ടാവില്ലേ, എല്ലായിടത്തും ഭഗവാൻ ഉണ്ടാവില്ലേ? ആലോചിച്ചപ്പോൾ സർവ്വവ്യാപിയാണെന്ന് നമുക്ക് അറിയാം. അപ്പോ ആ ക്ഷേത്രത്തിൽ കുറച്ചും കൂടെ ചൈതന്യത്തോടു കൂടി ഭഗവാൻ ഇരിക്കുന്നുണ്ട്. സാകാര നിരാകാരവാദികൾ തമ്മിൽ ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടേയിരിക്കും, ഒന്നും രണ്ടും പറഞ്ഞ് ഒരാൾ അങ്ങോട്ട് പറയും ഒരാൾ ഇങ്ങോട്ട് പറയും, അല്ലെ? വിശ്വാസികളും അവിശ്വാസികളും എപ്പോഴും എന്താ ചെയ്യുന്നത്, വഴക്കിട്ടുകൊണ്ടേയിരിക്കും. ഭഗവാൻ പരമപുരുഷനാണെങ്കിലും ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ സർവ്വവ്യാപിയാണ്. ഭഗവാൻ എല്ലാത്തിലും ഉണ്ട്, നമ്മൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അദ്ദേഹം കേൾക്കുന്നുണ്ട്. നരസിംഹ മന്ത്രം ജപിക്കുന്ന സമയത്ത് രാവിലെ 6:30, ഉച്ചയ്ക്ക് 12, വൈകിട്ട് 6, അങ്ങനെ 6:30 ആ സമയത്ത് ജപിക്കാൻ ശ്രമിക്കണം കേട്ടോ. ആ സമയം എന്ന് പറയുന്നത് രാത്രിയുമല്ല പകലും അല്ലാത്ത സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് വേണം നരസിംഹ മന്ത്രം ജപിക്കാൻ. കൃഷ്ണാവബോധമുള്ള ഒരു തികഞ്ഞ ഭക്തൻ അറിയാം, ഭഗവാൻ സർവ്വവ്യാപിയാണ്, എന്നിലും നിന്നിലും എല്ലാം ഭഗവാൻ കുടികൊള്ളുന്നു. എന്താ പറയാ, ഏതൊരു ജീവാത്മാവിനെ എടുത്താലും അതിൽ കൃഷ്ണ സാന്നിധ്യം നമ്മൾ കാണാൻ പഠിക്കണം. അപ്പോഴാണ് കൃഷ്ണാവബോധത്തിൽ നമ്മൾ ഉയരുന്നത്. ഭഗവാൻ എപ്പോഴും വാണരുളുന്നത് സ്വധാമമായിരിക്കുന്ന ഗോലോക വൃന്ദാവനത്തിനാണെങ്കിൽ കൂടി, ഭഗവാൻ അദ്ദേഹത്തിന്റെ ധാമമായിരിക്കുന്ന ഗോലോക വൃന്ദാവനത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടിയും തന്റെ ശക്തികളുടെ വിവിധ ആവിഷ്കാരങ്ങളെയും പൂർണ്ണ വിസ്തരണത്തെയും ഭൗതികാത്മിക മണ്ഡലങ്ങളുടെ ഏത് വശത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയാം, അല്ലെ? ഭഗവാൻ അവിടെ ഗോലോകത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടിയും നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം വളരെ പെട്ടെന്ന് അറിയാൻ സാധിക്കും. എങ്ങനെ അറിയാൻ സാധിക്കുന്നത്? നമ്മൾ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രശ്നം വന്നാൽ ഭഗവാനെ വിളിച്ചാൽ അദ്ദേഹം ആ ഒരു വിഷയം നമുക്ക് തീർത്ത് തരാൻ വേണ്ടിയിട്ട് ഓടി നമ്മളുടെ അടുത്ത് എത്താറുണ്ട്, അല്ലേ? ഒന്ന് ഹോൾഡ് ചെയ്യണേ ബിൻചേട്ടാ, ഞാൻ ക്ലാസ്സിലാണേ, കഴിഞ്ഞിട്ട് വിളിക്കാമേ. പറഞ്ഞു. ആണല്ലേ, എവിടെയാട്ടാ ഷൂട്ട്? അവിടെയാണോ? എന്നാ ഡേറ്റ്? ഓക്കെ, അപ്പൊ ഏട്ടൻ എനിക്കൊന്ന് നേരത്തെ ഡേറ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ മാനേജേഴ്സിന്റെ അടുത്ത് അത് സംസാരിച്ചിട്ട് ആ ദിവസം ഒഴിവായിട്ട് ഞാൻ വരാം.
അയ്യോ ബിൻചേട്ടാ, ഞാൻ വാങ്ങുന്ന പേയ്മെന്റ് ഒന്നും ബിൻചേട്ടനോട് ഒരിക്കലും സംസാരിക്കില്ല. ബിൻചേട്ടന് എന്ത് തരാൻ സാധിക്കും അത് തരാം. ഇനി ഇല്ലാന്നാണെങ്കിൽ എനിക്ക് അതും വിഷയമില്ല. ഞാൻ കേരളത്തിൽ വരാൻ ഒരു അവസരം അത്രേ ഉള്ളൂ. കേട്ടോ, തീർച്ചയായിട്ടും ഞാൻ വരും. ബിൻചേട്ടനൊക്കെയല്ലേ നമ്മളെ ഈ ഫീൽഡിൽ ഉയർത്തിക്കൊണ്ട് വന്നത്. അപ്പൊ നിങ്ങളോടൊക്കെ ഞാൻ വന്നിട്ട് എനിക്ക് ഇത്ര പൈസ വേണമെന്ന് പറയേ, ചാൻസേ ഇല്ല. പ്രോഗ്രാം ഫിക്സ് ചെയ്തോളൂ, ഞാൻ വരാം. കൺഫേം. ശരി ആ ശരി ഓക്കെ ബിൻചേട്ടാ, ഓക്കെ. അപ്പോ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് എപ്പോഴും എല്ലായിടത്തും നമ്മൾ അനുഭവിക്കാൻ പഠിക്കണം. നമുക്ക് ആ ഒരു സാന്നിധ്യത്തെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരെയും ബഹുമാനിക്കുക. ഓക്കെ, 9:47 10 മണി വരെ എടുത്തരാവേ. അപ്പൊ ഇനി നമുക്ക് 12ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. കുട്ടി ശ്ലോകമാണ്, കുട്ടി ചാപ്റ്റർ ആണ്. മോഘാശ മോഘകർമ്മണ മോഗാജ്ഞനാ വിജേതസ രാക്ഷസീ മാസുരീം ശൈവ പ്രകൃതി മോഹിനീം ശ്രിത എന്ന് വെച്ചാല്, ഇങ്ങനെ മോഹിതരായിരിക്കുന്ന അസുരഗണങ്ങളും നിരീശ്വരവാദികളായിരിക്കുന്ന ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു. മനസ്സിലായില്ലേ? എന്താണ്? പലതരത്തിൽ മോഹിക്കപ്പെടുന്ന അസുരഗണങ്ങളുണ്ട് അല്ലെ? ഈ ഭൂമണ്ഡലത്തിലെ പലതും കാണുമ്പോൾ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈശ്വരനോ അതിപ്പോ വേണ്ട, പിന്നീടാവട്ടെ, ഇന്നും കൂടി നോൺ വെജ് കഴിച്ചിട്ട് നാളെ മുതൽ വെജിറ്റേറിയൻ ആവാതെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അയ്യോ മദ്യം നിർത്താന്ന് പറയുമ്പോ പെട്ടെന്ന് നടക്കൂല. ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചിട്ട് പിന്നെ അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയും. മാസത്തിൽ ഒരു 5 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളിൽ മോഹപ്പെട്ടു പോകുന്ന ആൾക്കാരും അസുരഗണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരും നിരീശ്വരവാദികളായിരിക്കുന്ന ഈശ്വരൻ ഏത് കൃഷ്ണൻ ഏത് രാധാറാണി എന്ന് ചോദിക്കുന്ന ആൾക്കാർ, ഞാൻ അധ്വാനിച്ചാലേ എന്റെ വയറുന്നറിയും എന്ന് പറയുന്ന ആൾക്കാരും അവരുടെ നിരീശ്വരവാദികളുടെ ആശയങ്ങളിൽ ആകർഷിക്കപ്പെട്ടു പോവാണ്. ആ വ്യാമോഹ അവസ്ഥയില് മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവും എല്ലാം പാഴായി പോവും അല്ലെ? മുക്തിയൊന്നും അവർക്ക് കിട്ടൂല. അവർക്കൊക്കെ മുക്തി ഏതോ ദൂരത്താണ്. എത്ര കോടി ജന്മം ഇനി എടുക്കണം? മലത്തിലെ പുഴുവായിട്ട് വരെ ജനിച്ചിട്ട് വേണം എന്താവാൻ? നമ്മള് അങ്ങനെയുള്ള ജീവാത്മാക്കള് മുക്തിയിലേക്കും മോക്ഷത്തിലേക്കും എത്താൻ വേണ്ടി കൃഷ്ണാവബോധം നേടിയിട്ട് ഭക്തിഭരിതമായിരിക്കുന്ന സേവനത്തിൽ ഏർപ്പെട്ടവിരിക്കുന്ന ഭാവിക്കുന്ന പലർക്കും കൃഷ്ണനെ പരമസത്യമെന്ന് ഉള്ളുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഇതെല്ലാം വിട്ടിട്ട് കൃഷ്ണാവബോധത്തിലിരിക്കുന്ന ഒരാള് ഉള്ളുകൊണ്ട് കൃഷ്ണനെ അംഗീകരിച്ചവരുമായിരിക്കില്ല. കാരണം എന്താ? അവരിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അവരുടെ ഫേസ് നോക്കിയാൽ അറിയാം സാത്വികതയാണോ അല്ലേ എന്നുള്ളത്. നമ്മൾ ഈ ഇറച്ചി വെട്ടുന്ന കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇറച്ചി വെട്ടുന്ന ആൾക്കാരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഒരു ശൂരതയുണ്ട് അവരുടെ മുഖത്തല്ലേ? അതേസമയം എപ്പോഴും കൃഷ്ണ എന്ന് പറഞ്ഞ് ധ്യാനിച്ചിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് നോക്കൂ, എന്തൊരു നല്ല നിഷ്കളങ്കതയാണ് അവരുടെ മുഖത്ത്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് സാത്വികതയും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവരുടെ എന്താ പറയാ രജോ തമോ ഗുണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ചില വ്യക്തികൾ കൃഷ്ണാവബോധത്തിൽ ഇരിക്കുകയാണെങ്കിലും അവരുടെ ഫേസിലുള്ള സാത്വികതയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർ കൃഷ്ണനെ പരമസത്യമെന്ന് ഉള്ളുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല. വാഗൊണ്ട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ അവരുടെ പ്രവൃത്തി വാളെടുത്ത് വെട്ടാന്നുള്ള പ്രവൃത്തിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ അതും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭക്തിപൂർവമുള്ള സേവനത്തിന്റെ പക്വഫലം, അതായത് ഭക്തിപൂർവമായിട്ട് നമ്മളൊരു സേവനം ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഭഗവാന്റെ സാന്നിധ്യം അവർക്കൊരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല. മനസ്സിലായോ? അവർക്ക് ഒരു കാരണവശാലും അതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. സമാധാനത്തിലാണ് നമ്മൾ പോകുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആസ്വദിക്കാൻ കഴിയും. ഫലം ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുകയും അങ്ങനെ അവസാനം ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആശിക്കുകയും ചെയ്യുന്നവർക്ക് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണനെ അവഗണിക്കുകയാൽ തോൽവിക്കേ വഴിയുള്ളൂ. മുക്തി നേടണമെന്ന് വിചാരിച്ചിട്ടും പരമപുരുഷനെ അറിയണമെന്ന് വിചാരിച്ചിട്ടും നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാനിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയില്ല, ജീവിതത്തിൽ തോറ്റുപോവുകയുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൃഷ്ണനെ നിന്ദിക്കുന്നവർ നിരീശ്വര ആസുരിക സ്വഭാവമുള്ളവരാണ് അല്ലെ? കൃഷ്ണൻ നിന്ദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷണനേരം കൊണ്ട് പറയാം അത് ആസുരിക മനോഭാവത്തിൽ പെട്ടുപോയെന്ന്. അവിടെയാണ് നമ്മൾ അവരുടെ ചിന്തകളെ മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആസുരിക പ്രവർത്തികൾ ചെയ്യുന്ന ദുഷ്ട വ്യക്തികൾ, ദുഷ്കൃതികൾ, നമ്മൾ അവരെയല്ല പറയുന്ന അവരുടെ ചിന്തകളെയാണ് പറയുന്നത്.
ഒരിക്കലും കൃഷ്ണന് ആത്മസമർപ്പണം ചെയ്യില്ല. അവരെന്താ പറയാ, ഞാൻ എൻ്റെ ലോകത്താ ജീവിക്കുന്നത്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതാ, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ഇങ്ങനെ, ആ ഞാൻ എന്ന മനോഭാവത്തിലേക്കാണ് അവർ വരുന്നത്. നമ്മൾ ഈ ലോകത്തൊന്നും പ്രതീക്ഷിച്ച് ജീവിക്കണ്ട, നമുക്ക് വരേണ്ടത് നമുക്ക് വരും. വ്യക്തിബന്ധങ്ങളെ ബഹുമാനിക്കുക, സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുക, വന്ന വഴി മറക്കാതിരിക്കുക, എന്ത് നേട്ടത്തിലും അഹങ്കരിക്കാതിരിക്കുക, നമ്മൾക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നിന്റെ പിന്നാലെയും ഓടാതിരിക്കുക. അതുകൊണ്ട് പരമസത്യത്തെക്കുറിച്ചുള്ള മാനസിക ഗവേഷണം എന്തെന്നും അവരെ കൊണ്ടെത്തിക്കുന്നത്, ഇങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് അറിയാത്ത ആ ആളുകളെ കൊണ്ടെത്തിക്കുന്നത് ഒരു സാധാരണ ജീവിതവും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ല എന്ന ചിന്തയിലേക്കാണ്. അവർ ചിന്തിച്ച് അവരെവിടെയാ എത്തുന്നത്? ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നു, അവരൊരു കൃഷ്ണനെ പോലെ ജീവിക്കുന്നു, കൃഷ്ണൻ അവരെ പോലെ ജീവിക്കുന്നു എന്ന മനോഭാവത്തിൽ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? കൃഷ്ണവേഷം കെട്ടിയിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ വരുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ പാദത്തിൽ പോയിട്ട് നമസ്കാരം ചെയ്യാണ്. ആ വേഷമാണോ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്? ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാൻ കേട്ടോ. ആ വേഷത്തെയാണോ? കാരണം നമ്മളൊക്കെ ഒരുപാട് ഡാൻസ് ചെയ്യുമ്പോൾ പല പല വേഷങ്ങൾ നമ്മൾ കെട്ടാറുണ്ട്. അതിന്റെ അർത്ഥം നമ്മളതായി എന്നാണ്. എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? കൃഷ്ണൻ എവിടെ കിടക്കുന്നു? കൃഷ്ണ വേഷം കെട്ടുന്ന ഒരാൾ എവിടെ കിടക്കുന്നു? ചിന്തിച്ചു നോക്കിക്കുക. രണ്ടും വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ഒരിക്കലും അതാണ് ഇതെന്ന് ചിന്തിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? കൃഷ്ണൻ കൃഷ്ണനാണ്. കൃഷ്ണനെ നമ്മൾ കൃഷ്ണനായി കാണാൻ ശ്രമിച്ചാൽ, പരമദിവ്യോത്തമ പുരുഷനായി കാണാൻ ശ്രമിച്ചാൽ, ഒരിക്കലും കൃഷ്ണ രൂപത്തിലുള്ള ഒന്നിനെയും നമ്മൾ പോയിട്ട് കൃഷ്ണ എന്ന് പറഞ്ഞ് വീഴില്ല. മനുഷ്യൻ മനുഷ്യനാണ്. കൃഷ്ണനെ ഒരിക്കലും മനുഷ്യനായി കാണരുത്, മനുഷ്യനെ ഒരിക്കലും കൃഷ്ണനായിട്ടും കാണരുത്. രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ? അപ്പോ മനുഷ്യ ശരീരം ഭൗതിക പ്രകൃതിയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും ഈ ഭൗതിക ദേഹത്തിൽ നിന്നും നമ്മൾ മുക്തരായി കഴിഞ്ഞാൽ താനും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. കൃഷ്ണനുമായിട്ട് ഈ രീതിയിൽ ഐക്യത്തിൽ ആവാം എന്നുള്ള തെറ്റിദ്ധരിച്ച് ശ്രമം വ്യാമോഹത്തിൽ തന്നെ അവസാനിക്കുകയാണ്. മനസ്സിലായി? ഒരു കൃഷ്ണവേഷം കെട്ടിയതുകൊണ്ട് കൃഷ്ണനാവോ? അല്ലെങ്കിൽ ഞാൻ ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ ഞാൻ ബ്രഹ്മമായി, ആ ബ്രഹ്മം ഞാൻ അതിലായി ഇതിലായി, എവിടെയും പോയിട്ടില്ല. കർമ്മഫലം നല്ലോണം ഒരു ബാഗിൽ കെട്ടി കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. വാക്ക്, ചിന്ത, പ്രവൃത്തി, നോട്ടം ഇതുകൊണ്ടൊക്കെ ചെയ്തു കൂട്ടിയ കുറെ മീനൂട്ടിനെ കുറിച്ച് അല്ലേ പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് രാത്രി പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള കുറെ കർമ്മഫലത്തിന്റെ ഒരു ഭാണ്ഡം നമ്മുടെ ചുമലിലുണ്ട്. ഈ ഭാണ്ഡവും ചുമന്നുകൊണ്ടാണ് നമ്മളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കൃഷ്ണനും അല്ല, കൃഷ്ണവേഷം കെട്ടി കൃഷ്ണനാവാനും പോണില്ല. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഗുരുവായൂർ അമ്പല നടയിൽ ചെന്നാൽ സാക്ഷാൽ കൃഷ്ണ ശ്രീലകത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വന്ദിക്കുക, അദ്ദേഹത്തിന്റെ ഭക്തരെ ബഹുമാനിക്കുക. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആ തിരുസന്നിധിയിൽ കാല് വെക്കാൻ സാധിക്കുന്നത് നമ്മളുടെ കഴിവല്ല, കൃഷ്ണൻ അനുവദിച്ചത് കൊണ്ടാണ്. അദ്ദേഹം വിളിച്ചു, അദ്ദേഹം അവസരം തന്നു, വാ വന്ന് ഈ സന്നിധിയിൽ ഒന്ന് കാല് വെക്കൂ എന്ന്. പരമ പവിത്രമായിരിക്കുന്ന ആ മണ്ണിൽ കാല് വെക്കാൻ ഭഗവാൻ നൽകിയ അവസരം നൽകിയ ഒരു ഭക്തരെയും നിന്ദിക്കാതിരിക്കുക, ഒരു ഭക്തനെയും വേദനിപ്പിക്കാതിരിക്കുക. ആ തിരുസന്നിധിയിൽ കാലുവെക്കാൻ കിട്ടിയ ആ സമയം വളരെ സന്തോഷത്തോടുകൂടി നാമജപത്തിന് വേണ്ടി ഉപയോഗിക്കുക. അവിടെ കണ്ണിൽ കാണുന്ന ഒരു അട്രാക്ഷൻസിലും വീഴാതിരിക്കുക. മനസ്സിലായോ? അല്ലാണ്ട് അവിടെ കൃഷ്ണവേഷം കെട്ടി വന്ന ആളെ പോയിട്ട് കാല് തൊട്ട് നമസ്കരിക്കാനും അവരെ എടുത്ത് തലേ വെക്കാനും സെൽഫി എടുത്തിട്ട് ഞാൻ കൃഷ്ണനെ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള ഈ വക ഡയലോഗ്സിനും മഞ്ജരീസിൽ ഒരാളും നിൽക്കരുത്. കാരണം എന്താ? ഈശ്വരൻ ഈശ്വരനും മനുഷ്യൻ മനുഷ്യനുമാണ്. സാക്ഷാൽ കൃഷ്ണൻ തിരുസന്നിധിയിൽ അവിടെ ഉണ്ട്, ശ്രീലകത്തുണ്ട്. അദ്ദേഹത്തിന്റെ തിരുസ്വരൂപ ദർശനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം അനുവദിച്ചത് കൊണ്ട് ആ പുണ്യ നിമിഷം നമ്മൾ എന്ത് ചെയ്യുക? ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ പഠിക്കുക. അവിടെ ഇരുന്ന് ഒരു നാമമെങ്കിലും ജപിക്കാൻ പഠിക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പോ അത്തരക്കാർക്ക് വേദാന്ത സൂത്രമോ ഉപനിഷത്തുക്കൾ പോലെയുള്ള വൈദിക ഗ്രന്ഥങ്ങളുടെ പരിശീലനത്തിൽ പരാജയപ്പെട്ടു പോകും. നമ്മൾക്ക് അങ്ങനെയുള്ള പരാജയം വേണ്ട. നമ്മൾ ഭഗവാനെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിച്ച് കാണാൻ പഠിക്കണം. ഭഗവാൻ ഭഗവാനും മനുഷ്യൻ മനുഷ്യനുമാണ്. മനസ്സിലായില്ല? അദ്ദേഹത്തിന് തുല്യമായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് കരുതി തികച്ചും അപരാധമാണ്. കൃഷ്ണനെ സാധാരണ മനുഷ്യൻ എന്ന് കാണുന്നത് തികച്ചും അപരാധമാണ്. കൃഷ്ണ വേഷം കെട്ടിയ വ്യക്തിയെ കൃഷ്ണനാണെന്ന് കരുതുന്നതും തികച്ചും അപരാധമാണ്. കൃഷ്ണന്റെ സനാതന സ്വരൂപത്തെ പറ്റി അറിയാനാവാതെ വ്യാമോഹത്തിൽപ്പെട്ടവരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ബൃഹത് വിഷ്ണു സ്മൃതിയിൽ പറയുന്നുണ്ട്. യോ വേത്തി ഭൗതികം ദേഹം കൃഷ്ണസ്യ പരാത്മന സ സർവസമാത് ബഹിഷ്കാരസ്യ ശൗദമാർത്താ വിദാദത മുഖം തസ്യ ബലോകാഭി സജേലം സനാത്മാചരേർ എന്നാണ് പറയുന്നത്. ബൃഹത് വിഷ്ണു സ്മൃതിയിൽ പറയുന്ന വാക്കുകളില് കൃഷ്ണന്റെ ശരീരം ഭൗതികമാണെന്ന് കരുതുന്നവരെ
എല്ലാത്തരം ശ്രൗത സ്മാർത്ഥാനുഷ്ഠാനങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവാക്കണം എന്നാ പറയുന്നത്. കൃഷ്ണന്റെ ശരീരം ഭൗതികമാണെന്നും കൃഷ്ണൻ തികച്ചും ഒരു മനുഷ്യനാണെന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കണം. അവരുടെ മുഖത്ത് നോക്കാൻ ഇടയായാൽ തന്നെ ഉടനെ തന്നെ ദോഷവിമുക്തിക്കായി ഗംഗയിൽ സ്നാനം ചെയ്യണമെന്നാ പറയുന്നത്. അപ്പൊ കൃഷ്ണനെ ഒരിക്കലും സാധാരണ മനുഷ്യനായി ചിന്തിക്കുന്ന വ്യക്തികളുടെ മുഖത്ത് പോലും നോക്കാൻ നമ്മൾക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ളവരെ കണ്ടാൽ പോലും ഗംഗയിൽ പോയി കുളിക്കണം എന്നാ പറയണത്. അത്രയ്ക്ക് പരമപൂജ്യനായിരിക്കുന്ന കൃഷ്ണനെ സാധാരണ വ്യക്തിയായിട്ട് നമ്മൾ കാണരുത്. കൃഷ്ണവേഷം കെട്ടിയവരെ കൃഷ്ണനെ കണ്ടു എന്നും പറഞ്ഞിട്ട് പോവുകയും ചെയ്യരുത്. തെറ്റാണ്. എനിക്ക് എന്റെ കണ്ണിൽ അത് കാണരുത്. മഞ്ജരീസിൽ ഒരാളും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കൃഷ്ണൻ കൃഷ്ണനാണ്, മനസ്സിലായ? ഭൗതിക മാലിന്യങ്ങളാൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. ആരും പരമപൂജ്യനായിരിക്കുന്നവർ ഈ ലോകത്തില്ല. ഭൗതിക മാലിന്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നമ്മള് ഒരു വേഷം എടുത്ത് കെട്ടിയാൽ എങ്ങനെ കൃഷ്ണനാവും? കൃഷ്ണൻ എവിടെ ഇരിക്കുന്നു? കൃഷ്ണനെ കുറിച്ച് എന്താണ് നമ്മളുടെ ചിന്ത? കൃഷ്ണൻ ആരാണെന്ന് ഓർത്തിട്ടാണ്? ആ കൃഷ്ണനെ മനസ്സിലാക്കാതെ കേവലം ഒരു ഭൗതിക വേഷത്തിന്റെ പിന്നാലെ പോയിട്ട് ആരാധനാ സമർപ്പണം ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല. കൃഷ്ണൻ സാക്ഷാൽ ഗുരുവായൂരപ്പനായിട്ട് അദ്ദേഹത്തിന്റെ വിശ്വരൂപത്തിലല്ലാതെ ഒരു ശിശു രൂപത്തിൽ, ഒരു ബാലരൂപത്തിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റാനും നമ്മളെ സ്നേഹിക്കാനും കരുതാനും നമ്മളോടൊപ്പം ഇരിക്കാനുമായിട്ട് ഗുരുവായൂരമ്പല നടയിലുണ്ട്. ആ ഭഗവാനെ നമ്മൾ പോയിട്ട് ദർശനം എടുക്കുക. മറ്റുള്ള കാര്യങ്ങളെല്ലാം ചിരിച്ചു തള്ളുക. അതിന്റെ പിന്നാലെ ഒന്നും പോകാതിരിക്കുക. എല്ലാം ഭൗതികമാണ്. ഭഗവാനിൽ അസൂയയുള്ളവരാണ് അദ്ദേഹത്തെ അപഹസിക്കുക. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ അപമാനിക്കുന്നത് അദ്ദേഹത്തോട് തന്നെ അസൂയയുള്ള വ്യക്തികളാണ്. നാസ്തികരുടെയും അസുരിക വൃത്തികളുടെയും കുലത്തിൽ വീണ്ടും വീണ്ടും ജന്മമെടുക്കാൻ അവര് പ്രേരിതരാവാണ്. നമ്മൾ ഭഗവാനെ നിന്ദിച്ചു കഴിഞ്ഞാൽ നാസ്തികരായിട്ടുള്ള ആളുകളുടെയും അതുപോലെ തന്നെ അസുര സ്വഭാവമുള്ള ആളുകളുടെയും കുടുംബത്തിൽ നമ്മൾ ജന്മം എടുത്തുകൊണ്ടേയിരിക്കണം. അത്തരക്കാരുടെ സത്യജ്ഞാനം എന്നും മോഹവൃതമായിരിക്കും. അവർക്ക് എപ്പോഴും എന്താണ്? മോഹങ്ങളിൽപ്പെട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കും. അവര് ഭഗവാനിലേക്ക് അവരടുക്കില്ല. മോഹങ്ങളിൽപ്പെട്ട് അവർ ജീവിക്കും. ക്രമേണ അവര് സൃഷ്ടിയുടെ ഏറ്റവും താഴ്ന്ന ഇരുള് നിറഞ്ഞ തലത്തിലേക്ക് താഴ്ന്നു പോകും. മനസ്സിലായില്ലേ? ഭഗവാനെ നിന്ദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് നമ്മൾ താഴ്ന്നു പോകും. അത് നമുക്ക് വേണ്ട. നമ്മൾ എന്ത് ചെയ്യാ? ഭഗവാനെ നിന്ദിക്കാതെ സ്നേഹത്തോടുകൂടി ബഹുമാനാർത്ഥം അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിച്ചു പോവുക. അതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് ഇഷ്ടായോ? ഓക്കെ ആണോ ക്ലാസ്? 9:58 10 മണിയായി. ഇന്ന് രാത്രി ക്ലാസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഭഗവത്ഗീത ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ 9ാമത്തെ തരത്തിൽ കുറച്ച് അധ്യായങ്ങളും കൂടി ഉണ്ട്. മാക്സിമം എടുത്ത് തീർക്കാം. നാളത്തേക്ക് നമുക്ക് അന്നദാനം ചെയ്യാം. പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യാം. ഓക്കെ, हरे कृष्णा, सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवन परेशन की जय। ओम श्री मात्रे नमः। हरे कृष्णा।